What is parenting for you? പാരന്റിങ് ഇസ് സംതിങ് എൻ്റെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കൂട്ട് വിത്തൗട്ട് എനി കോംപ്രമൈസ്. That's parenting for you. ഓക്കെ. ഒരു 20-30 കൊല്ലം കഴിയുമ്പം എൻ്റെ മക്കൾ, ഇപ്പം എനിക്ക് 2 മക്കളുണ്ട്, അവന്മാർ 2 പേരും ദേ ആർ അഡൽട്സ്. ഞാൻ എന്ത് പേഴ്സ്പെക്റ്റീവ് കൊടുത്താലും, ഞാൻ എത്ര നന്നായിട്ട് അവരെ മോൾഡ് ചെയ്താലും, ആഫ്റ്റർ ദാറ്റ് ദേ ആർ അഡൽട്സ്. ദേ ആർ ഇൻ ചാർജ് ഓഫ് ദിയർ പേഴ്സ്പെക്റ്റീവ്സ്, ദിയർ ഐഡന്റിറ്റി. നന്നായിട്ട് പഠിക്കണം, നല്ല ജോലി കിട്ടണം എന്നുള്ളത് ഭയങ്കര മസ്റ്റായിരുന്നു. അപ്പം നമ്മുടെ പാരന്റിങ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ അച്ഛനും അമ്മയും ഇത് ഒരു പരിധി എന്തായാലും എനിക്ക് തന്നിട്ടുണ്ടാവില്ലേ. അറ്റ്ലീസ്റ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളെങ്കിലും കൊടുക്കാതിരിക്കണം. കാരണം എന്താ, 1990 ഒരു പേഴ്സ്പെക്റ്റീവ് അല്ല 2025 ജോബിനെ കുറിച്ചോ കരിയറിനെ കുറിച്ചോ സമയത്തിനെ കുറിച്ചോ ആർക്കും ഉള്ളത്. പേഴ്സണൽ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ സ്പേസ് ഉണ്ട്, മെന്റൽ സ്പേസ് ഉണ്ട്. ഇതല്ലാതെ എല്ലായിടത്തും ഇത് കൺട്രോൾ ചെയ്യപ്പെടേണ്ട ഒരു സാധനം തന്നെയാണ്. ഓക്കെ, ഞാൻ പറയണ ഒരു 5 years വരെ, പിന്നെയും കൺട്രോൾ ചെയ്യണം ഒരു 18 years വരെ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ പറയുന്ന പോലെ ഇൻഫോം കൺസെന്റ് കൊടുക്കാൻ റെഡി അല്ലാത്തതുകൊണ്ടാണ് അവിടെ വരെ എന്ന് പറയുന്നത്. ഞാനും വിചാരിച്ചിട്ടുണ്ട് എന്നോട് ചെയ്ത പോലെ കുറെ കാര്യങ്ങൾ ഞാൻ എൻ്റെ മക്കളോട് ചെയ്യില്ല, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ അത് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാരന്റിങ് പ്രോസസ്സിൽ വരുമ്പോഴേ നമ്മൾ എന്തൊക്കെ ചെയ്യില്ല എന്ന് വിചാരിച്ചോ അത് തന്നെയാവും നമ്മൾ ചെയ്യുക. ഇപ്പോഴും ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, പാരന്റിങ് ഒക്കെ ആക്ച്വലി നമ്മൾ പഠിക്കേണ്ടതുണ്ടോ? പാരന്റിങ് ഒക്കെ പഠിച്ചിട്ടാണോ നമ്മൾ ഇവിടെ വരെ എത്തിയത്? നമുക്ക് കിട്ടിയിട്ടുള്ള പാരന്റിങ്ങിനും നമ്മളിപ്പോൾ കൊടുക്കുന്ന പാരന്റിങ്ങിനും എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് എന്നെ എപ്പോഴേക്കോ തോന്നിയിട്ടില്ലേ? എന്തൊക്കെയാണോ പ്രശ്നങ്ങൾ? നമുക്ക് ഒരു എക്സ്പേർട്ടിനോട് തന്നെ ചോദിക്കാം. വി ഹാവ് എൻ എക്സ്പെർട്ട് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. പാരന്റിങ് കോച്ച് അമൃത കെ ഫ്രാൻസിസ്, വെൽക്കം ടു ദി ഷോ. താങ്ക് യു സോ മച്ച് ഗദ്ദാഫി. എല്ലാവർക്കും ഉള്ളൊരു ഇപ്പോഴത്തെ ഒരു എന്താ പറയുക, ക്ലീശ ആയിട്ടുള്ള സാധനമാണ്, നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടല്ലോ ഇവിടം വരെ എത്തിയത്. പാരന്റിങ് ആയതിനു ശേഷം നമ്മൾ പാരന്റിങ്ങിനെ പറ്റി പഠിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടല്ലോ. ഇപ്പൊ പാരന്റിങ് ആവാൻ തയ്യാറെടുക്കുന്ന ആളുകളുണ്ടാവുമല്ലോ. എവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? എപ്പോൾ മുതലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? പറഞ്ഞോ. ഓക്കെ, ലെറ്റ് മീ ഗിവ് യു അനദർ പെർസ്പെക്റ്റീവ്. സ്റ്റാർട്ട് വിത്ത് ഡിഫൈനിങ് പാരന്റിങ്. അതായത് ഗദ്ദാഫി പറഞ്ഞില്ലേ, അതായത് റിലേഷൻഷിപ്പ് ആവാം, കുട്ടി ഇല്ല, യു ആർ പ്രിപ്പയറിങ്. അപ്പൊ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? പ്രിപ്പയർ ചെയ്യേണ്ടത് പാരന്റിങ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടാ. ജസ്റ്റ് ഡിഫൈൻ what is parenting. What is parenting for you? Parenting is something എൻ്റെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കൂട്ട് വിത്തൗട്ട് എനി കോംപ്രമൈസ്. That's parenting for you. Okay. Just do that parenting. അപ്പോൾ ഇപ്പൊ ഗദ്ദാഫി ഡിഫൈൻ ചെയ്തല്ലേ, അതിന് എന്തൊക്കെ വേണം എന്ന് ആലോചിക്കുക. ഓക്കെ. അതായത് ഒരു കോംപ്രമൈസും ഇല്ലാതെ എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കൂട്ടെന്നാണ് ഗദ്ദാഫി ഡിഫൈൻ ചെയ്തത്. അങ്ങനെ കൊടുക്കാനായിട്ട് യു ആസ് എ പേഴ്സൺ എങ്ങനെയൊക്കെ റെഡി ആവണം, അങ്ങനെയൊക്കെ റെഡി ആവും. ഓക്കെ. ആൻഡ് ദെൻ ഇപ്പം നിങ്ങൾ ഡിഫൈൻ ചെയ്ത പാരന്റിങ് കൊടുത്താൽ മതി. ഇപ്പോൾ എപ്പോഴും ഞാൻ എന്നോട് ചോദിക്കുമ്പോൾ പറയുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാക്കി ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ മെൻ്റൽ എന്നൊക്കെ പറയാറുണ്ട്. ബട്ട് ഐ തിങ്ക് ഇങ്ങനെയാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. ദിസ് ഇസ് ഫ്രം മൈ ഓൺ റിഫ്ലക്ഷൻ കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസം ഐ വാസ് തിങ്കിങ് ആൻഡ് ഐ വാസ് ആസ്കിങ് വൈ ആർ യു പാരന്റിങ്, ബട്ട് ഓൾ ആൻസേഴ്സ് കെയിം ലൈക്ക് വൈ ഐ ആം ഇൻവോൾവ് ഇൻ, അതായത് വൈ ഷുഡ് ഐ ബി എ പാരന്റ്. ഇപ്പോൾ ഈ ഗദ്ദാഫി എന്നോട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ തന്നെ കാരണം ആലോചിച്ച് നോക്കൂ. പാരന്റിംഗ് എന്ന് പറയുമ്പോൾ ദ ഫോക്കസ് ഇസ് ടു ദാറ്റ് ഫൈനൽ പ്രോഡക്റ്റ്. അപ്പം നമ്മൾ പാരന്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തേനും ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി, ഫ്യൂച്ചർ നമ്മൾ ഉണ്ടാക്കിയ അഡൽട്ട് ചൈൽഡ് എന്ന് പറഞ്ഞ ആളുടെ പേഴ്സ്പെക്റ്റീവ്, അയാളുടെ ബിലീവ്സ്, ദ പേഴ്സൺ, ഹി ഓർ ഷീ ദ പേഴ്സൺ എന്നുള്ള രീതിയിലാണ്. ദാറ്റ്സ് എ ഫൈനൽ പ്രോഡക്റ്റ് ഓഫ് യുവർ പ്രോസസ് പാരന്റിങ്. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കുകയാണ്, നമ്മളിതെല്ലാം നന്നായിട്ട് ചെയ്തു, നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് നമ്മൾ ചെയ്തു. എന്നാലും ഒരു 20-30 കൊല്ലം കഴിയുമ്പം എൻ്റെ മക്കൾ, ഇപ്പം എനിക്ക് 2 മക്കളുണ്ട്, അവന്മാർ 2 പേരും ദേ ആർ അഡൽട്സ്. ഞാൻ എന്ത് പേഴ്സ്പെക്റ്റീവ് കൊടുത്താലും, ഞാൻ എത്ര നന്നായിട്ട് അവരെ മോൾഡ് ചെയ്താലും, ആഫ്റ്റർ ദാറ്റ് ദേ ആർ അഡൽട്സ്. ദേ ആർ ഇൻ ചാർജ് ഓഫ് ദിയർ പേഴ്സ്പെക്റ്റീവ്സ്, ദിയർ ഐഡന്റിറ്റി. So my parenting is not that final product or final outcome. It's a process and why I should be doing it. So അത് അറിയണമെങ്കിൽ ആദ്യം what is parenting for you? Why do you want to parent എന്നാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. I would say if you have a clear answer for this, start. You are ready. If you don't have, wait till you get an answer. Okay. Is there a time limit? No, there is not. Your biological clock is ticking. There അവിടെയും നിങ്ങൾക്ക് ഒരുപാട് വഴികളുണ്ട്.
അപ്പോൾ ദ ക്വസ്റ്റ്യൻ ഇസ് വാട്ട് സംബടി അറിയാതെ ആയിപ്പോയ ആൾക്കാർ എന്ത് ചെയ്യും? പാരന്റിങ്ങിന്റെ മാത്രം ഒരു ബ്യൂട്ടി എന്നറിയോ, 60 വയസ്സിലും നമുക്ക് കറക്റ്റ് ചെയ്യാം. കാരണം വൺസ് എ പാരന്റ് ഇസ് ഓൾവേസ് എ പാരന്റ്. അപ്പോൾ തെറ്റിപ്പോകുന്നത് കറക്റ്റ് ചെയ്യാൻ നമുക്ക് എപ്പോഴും സമയമുണ്ട്. വേറെ ഏത് പ്രൊഫഷനും പോലെയല്ല ഈ പാരന്റിങ് എന്നുള്ളൊരു പ്രൊഫഷനായിട്ട് എടുത്താൽ 40 കൊല്ലം തെറ്റാ ചെയ്തേ, നൗ യു അണ്ടർസ്റ്റുഡ് തെറ്റാ ചെയ്ത്, ഇപ്പൊ തിരുത്തിയാൽ മതി, ഇപ്പൊ മുതൽ തിരുത്തു. ഇപ്പൊ തിരുത്തുമ്പോഴെന്താ 40 കൊല്ലം ചെയ്ത മിസ്റ്റേക്സ് 4 ദിവസം കൊണ്ട് മാറില്ല എന്നൊരു അവബോധം കൂടി ഉണ്ടാക്കിയിട്ട് തിരുത്തിയാൽ മതി. So the answer to your question is define parenting. Why do you want to parent? If you have a clear answer, then you're ready to parent. Okay. അത്രേ ഉള്ളൂ. ഈ നമുക്ക് കിട്ടിയിട്ടുള്ള പാരന്റിങ്ങിലെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് പറയാം. നമ്മൾ കൊടുക്കാൻ പോകുന്ന പാരന്റിങ്ങിൽ ചിലപ്പോൾ ആ സാധനങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് തെറ്റെന്ന് തോന്നിയ സാധനങ്ങൾ കൺലേൺ ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്നതും. ഇപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ള ആ സൊസൈറ്റിയിലെ പാരന്റിങ്ങിൽ നിന്ന് പുതിയ പാരന്റിങ്ങിലേക്ക് കിടക്കുമ്പോൾ മസ്റ്റായിട്ട് അൺലേൺ ചെയ്യണമെന്ന് തോന്നുന്ന സാധനങ്ങൾ ആസ് എൻ എക്സ്പെർട്ട് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കാറ് യൂഷ്വലി? ഞാൻ യൂഷ്വലി പറയാറുള്ളത് നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സും നമ്മുടെ വാല്യൂസും ഇജക്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഐ എം എ മില്ലേനിയൽ കിഡ്. എൻ്റെ അപ്പയും അമ്മയും എന്നെ പാരന്റ് ചെയ്യുമ്പം അവരുടെ മൂല്യങ്ങൾ, അവരുടെ കൾച്ചറൽ റിലീജിയസ് ആയിട്ടുള്ള എല്ലാ വാല്യൂസും വെച്ചിട്ടായിരിക്കും എന്നെ പാരന്റ് ചെയ്തിട്ടുണ്ടാവുക. ഇതൊക്കെ എൻ്റെ അടുത്തുണ്ടാവും. ആസ് എ പേഴ്സൺ ആയാം എൻ്റെ ചിന്തയിൽ, എൻ്റെ പ്രവൃത്തിയിൽ, എൻ്റെ പേഴ്സ്പെക്റ്റീവ്സിലൊക്കെ ഇത് വരും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മുടെയൊക്കെ പാരന്റിങ് വെച്ചാൽ മില്ലേനിയൽ കിഡ്സിൻ്റെ പാരന്റിങ്ങിനകത്ത് നന്നായിട്ട് പഠിക്കണം, നല്ല ജോലി കിട്ടണം എന്നുള്ളത് ഭയങ്കര മസ്റ്റായിരുന്നു. അപ്പം നമ്മുടെ പാരന്റിങ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ അച്ഛനും അമ്മയും ഇത് ഒരു പരിധി എന്തായാലും എനിക്ക് തന്നിട്ടുണ്ടാവില്ലേ. അറ്റ്ലീസ്റ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളെങ്കിലും കൊടുക്കാതിരിക്കണം. കാരണം എന്താ, 1990 ഒരു പേഴ്സ്പെക്റ്റീവ് അല്ല 2025 ജോബിനെ കുറിച്ചോ കരിയറിനെ കുറിച്ചോ സമയത്തിനെ കുറിച്ചോ ആർക്കും ഉള്ളത്. അപ്പോൾ യു കാണ്ട് ഈ ഒരു പേഴ്സ്പെക്റ്റീവിൽ നിന്നിട്ട് നമ്മൾ പാരന്റിങ് ചെയ്താൽ പോയി. I would like to quote Super Mummy, you're parenting somebody for a future, not for today. അപ്പോൾ വെൻ യു പാരന്റ് അറ്റ്ലീസ്റ്റ് അതെങ്കിലും മൈൻഡ്ഫുൾ ആയിട്ടിരിക്കുക. ഇന്നത്തേക്ക് വേണ്ടിയിട്ടല്ല നമ്മളിവരെ മോൾഡ് ചെയ്തെടുക്കുന്നത്, ഫോർ ദ ടുമോറോയാണ്. അപ്പോൾ നമ്മളെ വളർത്തിക്കൊണ്ടുവന്നത് എങ്ങനെയാണ്, അവരുടെ ബോധ്യങ്ങളനുസരിച്ച്, അവരുടെ സ്വപ്നങ്ങളനുസരിച്ച്, അവരുടെ വിശ്വാസങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ്. അപ്പം നമ്മളിപ്പോൾ പാരന്റ് ചെയ്യുമ്പം അത്രയും എങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ നമ്മളെപ്പോഴും പറയാറില്ല, എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് എൻ്റെ കുട്ടിക്ക് ഇഷ്ടം ഉണ്ടാവണമെന്നില്ല, എനിക്ക് പേടിയുള്ളത് കൊണ്ട് എൻ്റെ കുട്ടിക്ക് പേടി ഉണ്ടാവണമെന്നില്ല. ഇത്രയും എങ്കിലും ഞാൻ പറയുന്നത് ദിസ് ഇസ് എ ലീസ്റ്റ്, ഇതെങ്കിലും നിങ്ങൾ ചെയ്യാം. ബാക്കി ഇമോഷണൽ ട്രോമ, ബാക്കി എന്താ പറയുക ടോക്സിക് പാരന്റിങ്, അതൊക്കെ പിന്നെയാ. ആദ്യം നമുക്കിപ്പോൾ കഴിഞ്ഞ ദിവസം വന്നൊരു കേസിനകത്ത് ആ അമ്മ ഭയങ്കര കൺസേൺഡാ. 5ൽ പഠിക്കുന്ന ഒരു കുട്ടി, സമയത്തിനൊരു നിഷ്ഠയില്ല മാം, ഒരു രക്ഷയില്ല എന്നാ പറയണത്. ഇപ്പം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ, അതായത് കറക്റ്റ് സമയത്തിന് എണീക്കില്ല, കറക്റ്റ് സമയത്തിന് സ്കൂളിൽ പോവില്ല, ബാസ്കറ്റ് ബോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അതിന് പോവില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതൊക്കെ കേട്ടിട്ട് ഞാൻ ചോദിച്ചു, അപ്പോൾ എങ്ങനെയാ ജനറലി പറയാം? മാം ഞാനിങ്ങനെ ഓടുകയാണ് അവൻ്റെ പുറകെ, അവൻ 7 മണിക്ക് അവിടെ എത്തണം, 6 മണിക്ക് ഞാൻ തുടങ്ങും. ഓക്കെ, 6:50 എങ്ങനെയെങ്കിലും അവനെ കാറിൽ കയറ്റി ഞാൻ പായും. ഞാൻ BP ടാബ്ലറ്റ് എടുക്കാൻ തുടങ്ങി. ദ ക്വസ്റ്റ്യൻ ഇസ്, സി ഇതിപ്പം അതായത് സമയനിഷ്ഠ എന്ന് പറയുന്നത് നിങ്ങളുടെ വാല്യൂ ആണ്. ആൻഡ് യു ആർ ട്രൈങ് ടു പുട്ട് ദാറ്റ് ഇൻ യുവർ ചൈൽഡ്സ് ഹെഡ്. ഇതൊരു വാല്യൂ ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ മതി. അതായത് സമയം എന്നുള്ളതിനെ, സമയം പാലിക്കുക എന്നുള്ളതിനെ നമുക്കൊരു വാല്യൂ ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. പക്ഷെ ഇത് എൻ്റെ നീഡാകുമ്പോൾ, എൻ്റെ നീഡിന് വേണ്ടി എൻ്റെ കുട്ടി എന്തിനാണ് ചെയ്യുന്നേ, ഇതാണ് പാരന്റിങ് കോൺഫ്ലിക്റ്റ് എന്ന് ഞാൻ പറയും. സോ അത് തന്നെ മാറ്റൂ. യു ആർ എ പാരന്റ്, യു ആർ എൻ അഡൾട്ട്, യു ആർ എ ചൈൽഡ്, ദാറ്റ്സ് അനദർ ഹ്യൂമൻ. അപ്പോൾ നിങ്ങളുടെ പെർസ്പെക്റ്റീവ്സ് അവിടെ അടിച്ചേൽപ്പിക്കണ്ട. അപ്പൊ ഇതെങ്കിലും ചെയ്യുക. ഇഫ് യു ആർ റെഡി ടു ഡു അറ്റ്ലീസ്റ്റ് ദിസ്, ഗുഡ്, യു ക്യാൻ ട്രൈ പാരന്റിങ്. ഓക്കെ, അമൃത നോട്ടീസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബേസിക്കലി ഞാൻ എപ്പോഴും നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യം, നമ്മളെ ചെറുപ്പത്തിലേ ആയിരുന്ന സമയത്തൊക്കെ ചിലപ്പോൾ നമ്മളുടെ പാരൻസിനോടായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ റിബലായിട്ടുണ്ടാവുക, അല്ലെ ഏറ്റവും കൂടുതൽ കടുംപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക നമ്മളുടെ പാരൻസ് ആയിട്ടായിരിക്കും. നമ്മൾ ആ സമയത്ത് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, എനിക്കൊരു കുട്ടി ഉണ്ടാവട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം, ഞാൻ ഇത്ര റിബലൊന്നും ആവത്തില്ല, ഞാൻ വളരെ ഫ്രീ ആയിട്ട് അഴിച്ചിട്ട് കുട്ടികളെ വളർത്തുന്നു. പക്ഷെ ഇതേ ആളുകൾ ചിലപ്പോൾ പാരൻസ് ആവുന്ന സമയത്ത് ഇതേ റിബല് അവരുടെ കുട്ടികളോട് കാണിക്കുന്നത് ഞാൻ വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. അതായത് പാരൻസ് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്തോ ഒരു സാധനം കയറുന്നുണ്ട്. എവിടെ ഈ സംഘർഷം ഇരിക്കുന്നതെന്നാ തോന്നുന്നത്?
ആ കോൺസിക്വൻസസ് വരുന്നതേ സ്വയം നമ്മുടെ ഉള്ളിൽ നിന്നാണ്. അതായത് ഞാനൊരു പാരന്റ് ആയി കഴിയുമ്പോഴത്തേനും ഇപ്പൊ ഗദാഫി പറഞ്ഞ പോലെ തന്നെ ഞാനും വിചാരിച്ചിട്ടുണ്ട് എന്നോട് ചെയ്ത പോലെ കുറെ കാര്യങ്ങൾ ഞാൻ എൻ്റെ മക്കളോട് ചെയ്യില്ല, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ അത് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാരന്റിങ് പ്രോസസ്സിൽ വരുമ്പോഴേ നമ്മൾ എന്തൊക്കെ ചെയ്യില്ല എന്ന് വിചാരിച്ചോ അത് തന്നെയാവും നമ്മൾ ചെയ്യുക. എന്താണെന്നറിയാം, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ബ്രെയിനിന്റെ ഫോക്കസ് എന്ന് പറയും, കുറച്ച് സയന്റിഫിക്കലി പറഞ്ഞാൽ ദാറ്റ് ഐ എം കണ്ടിന്യൂസ്ലി ഞാൻ പറയാനുള്ളൂ ഇങ്ങനെ ഞാൻ ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ എന്റെ ബ്രെയിൻ ആക്ച്വലി ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു പെർട്ടിക്കുലർ തിങ്ങിലേക്കാണ്. സോ ഞാൻ ഓട്ടോമാറ്റിക്കലി ഐ എം അട്രാക്ടിങ് ടു ഡു ഇറ്റ് മോർ. അതൊരു സയന്റിഫിക് പെർസ്പെക്റ്റീവ്. അതല്ലാതെ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ എൻ്റെ കുട്ടികളെ വളർത്തുന്നത് ഒരു പ്രത്യേക രീതിയിലാണെന്ന് വിചാരിക്കും, അത് തന്നെ എനിക്കൊരു സ്ട്രെസ്സാ. കാരണം ഈ കുട്ടീനെ കുറിച്ച് ബാക്കി ആരും ഒന്നും പറഞ്ഞുവിടാം. ഇവനെ കാണുമ്പോൾ എൻ്റെ പാരന്റിങ്ങിനെ കുറ്റം പറയും. സോ എനിക്ക് മനസ്സിലായിടത്തോളം യു ആർ അല്ലെങ്കിൽ മീ ആസ് എ പാരന്റ് ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി പറയുകയാണെങ്കിൽ നമുക്ക് പേടിയാ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രിക്ട്ഫുൾനെസ് കാണിക്കുന്നത്. ഇപ്പം എന്താ പറയാ, എനിക്ക് എൻ്റെ കുട്ടി എങ്ങാനും അവിടെ പോയിട്ട് അങ്ങനെ ബിഹേവ് ചെയ്തു തന്നെ ഇരിക്കട്ടെ, ബിഹേവ് ചെയ്താലത്തെ പ്രശ്നം എന്താണ്? ആളുകൾ ചോദിക്കുന്നത് ഇവൻ എങ്ങനെയാ വളർത്തി വെച്ചിരിക്കുന്നതെന്നാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാള് എന്നെ ജഡ്ജ് ചെയ്യും ഇവന്റെ ബിഹേവിയർ കൊണ്ട്. ഞാൻ ഇവനിങ്ങനെ അല്ലല്ലോ വളർത്തിയത്, അവൻ അങ്ങനെ കാണിച്ചു, പക്ഷെ പീപ്പിൾ ആർ ജഡ്ജിങ് മീ. അതെനിക്ക് ഭയങ്കര കൺസേണാ. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി സ്ട്രിക്റ്റ് ആകുന്നത്. മനസ്സിലാവുണ്ടോ? ഇതുപോലെ തന്നെ എല്ലാം. സോ ഐ വുഡ് സേ ഇറ്റ്സ് ഓൾ അബൌട്ട് ദ പേഴ്സൺ ഹു ഇസ് പാരന്റിങ് ആൻഡ് ഹെർ ഓർ ഹിസ് പെർസ്പെക്റ്റീവ്സ് ആൻഡ് ബിലീഫ്സ്. ഇപ്പം ഞാൻ വല്ലാതെ റിലീജിയസ് ആയ ഒരാളാണെന്ന് വിചാരിക്കും, ഞാൻ അങ്ങനെ റിലീജിയസ് ആയ ഒരാളാണെന്ന് വിചാരിക്കുക. എൻ്റെ മക്കളുണ്ടാകുമ്പോൾ ഞാൻ ഒബ്വിയസ്ലി അവരെ ഇങ്ങനെ എൻ്റെ റിലീജിയസ് ഫോംസ് കൊടുത്ത് ഞാനിങ്ങനെ വളർത്തിക്കൊണ്ടുവരാം. അപ്പോൾ ഈ കുട്ടി പള്ളിയിൽ അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുമ്പോൾ മര്യാദയ്ക്ക് ബിഹേവ് ചെയ്തില്ലെങ്കിൽ ആക്ച്വലി ദ പ്രോബ്ലം എനിക്കാ. ദൈവമേ, ഞാൻ ഇത്രയും നന്നായിട്ട് ചെയ്തിട്ടും ഇവൻ ഇങ്ങനെ ചെയ്യുന്നില്ലല്ലോ. അതിൻ്റെ മുകളിലേക്കാണ് വേറൊരാൾ കമൻറ്റ് ചെയ്യുന്നത്, ഓ ഇയാൾ വലിയ റിലീജിയസ് ആയിട്ട് എന്താ കാര്യം കുട്ടി കാണിക്കുന്നത് കണ്ടില്ലേ. സത്യം പറഞ്ഞാൽ എൻ്റെ അകത്തുള്ള ട്രിഗർ അയാൾ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സി, ഇറ്റ്സ് അഗെയിൻ ഇൻസൈഡ് മീ, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ പീപ്പിൾ അറൗണ്ട്. സോ പാരന്റിങ് ഇസ് ഓൾവേസ് അബൌട്ട് ദിസ് മൈൻഡ്ഫുൾനെസ്. അപ്പൊ ഈ മൈൻഡ്ഫുൾനെസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നിങ്ങനെ വല്ലാതെ ബോദർ ചെയ്യുന്നത് കൊണ്ടും ജഡ്ജ്മെന്റ്സിനെ നമുക്ക് പേടിയാണല്ലോ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്ട്രിക്റ്റ് വന്നത്, ഇങ്ങനെ ചെയ്തേ പറ്റൂ. ഇപ്പം ഞാൻ ഒരു പാരന്റിനോട് ചോദിച്ചു നോക്കിയേ, ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് തന്നെ എന്താ ഇങ്ങനെ ചെയ്തേ പറ്റൂ? അങ്ങനെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് ഇതിന്റെ പുറകിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ അങ്ങനെ പറയുന്നത് കൊണ്ട്, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആവുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വളർന്നുകൊണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എന്താ പറയുക, കൊലപാതകം അങ്ങനത്തെ സോഷ്യൽ ഡാമേജിനെ കുറിച്ച് അല്ലാട്ടോ, അല്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ്. മേക്കിംഗ് സെൻസ്? ആ സാധനം അങ്ങോട്ട് എടുത്ത് വെക്കുക, മാറ്റി വെക്കുക അല്ലേ. ഇപ്പൊ അപ്പയും അമ്മ എന്നോട് ഫോർ എക്സാമ്പിൾ അടിച്ചു വളർത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കില്ലേ ഞാൻ എന്തായാലും എൻ്റെ കുട്ടീനെ അടിക്കില്ല. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞിട്ട് എനിക്കും എൻ്റെ രീതിയിൽ പറ്റാണ്ട് ഞാൻ അടിച്ചു. അപ്പൊ പിന്നെ ഏറ്റവും വലിയ ഗിൽട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അടിക്കില്ല എന്ന് തീരുമാനിച്ചാൽ അടിച്ചു പോയില്ലെന്നാണ്. ഒന്ന് ആലോചിച്ച്, നിങ്ങൾ എന്തിനാ അടിച്ചേ? നിങ്ങൾക്ക് ഒരു രീതിയിലും കൺട്രോൾ കിട്ടാണ്ടായപ്പോ ഈ അടിയെ നിങ്ങൾ കൺട്രോൾ കിട്ടാനായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാ. ഇതന്നെയല്ലേ നിങ്ങളുടെ പാരന്റ്സും ചെയ്തേ. എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൺട്രോൾ കിട്ടുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എന്തിനാ അത്? ആസ്ക് യുവർ സെൽഫ്. ആ കുട്ടിയുടെ മുകളിൽ കൺട്രോൾ വേണമെന്നുള്ളത് നിങ്ങൾക്ക് ഇത്ര നീഡായത് എന്താണ്? ആ സുപ്പീരിയോറിറ്റിയിൽ നിന്ന് നിങ്ങൾ ആലോചിച്ചതുകൊണ്ടാണ് നിങ്ങൾ അടിച്ചേ, അല്ലാതെ അവിടെ ഒരു നെഗോസിയേഷൻ ഇല്ല. ഇനിയുണ്ട്, അത് കുട്ടിയായതുകൊണ്ടോ നിങ്ങൾ അടിച്ചേ. നിങ്ങളെക്കാളും മുതിർന്ന ഒരാളായിരുന്നെങ്കിൽ നിങ്ങൾ അടിക്കില്ലായിരുന്നു. സി, ദിസ് ഈസ് വൈ വി ആർ ഡൂയിങ് ഓൾ ദീസ് മിസ്റ്റേക്സ്. ഇറ്റ്സ് വെൻ ഐ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കുഞ്ഞ ടേമിൽ പറയുക പാരന്റിങ് ഈഗോ. വെൻ ഐ എം പാരന്റിങ് സംബഡി, ഐ ആം ഓഫ് ദാറ്റ് സ്റ്റേജ്. എനിക്കിതെല്ലാം അറിയാം, ഞാൻ നിന്നെക്കാളും വലുതാണ്, ഞാൻ പറയുന്നത് അങ്ങ് ചെയ്യാം. അപ്പൊ ഇവിടെ നിൽക്കുമ്പോ നമ്മളീ പറഞ്ഞ ഒന്നും കിട്ടില്ല. ഇത് പറഞ്ഞ പോലെ നമ്മൾ ചെറുപ്പത്തിലേക്ക് ഞാൻ ഇതിന് മുന്നേ സംസാരിച്ചിട്ടുള്ള ഇപ്പോഴും നമ്മളുടെ സെക്സിനെ പറ്റി ചിലപ്പോൾ കുട്ടികളോട് സംസാരിക്കാൻ പാരൻസിന് ഇപ്പോഴും പേടിയുണ്ടാവും. അതായത് ഇത് ഞാൻ ഒരു രീതിയിൽ ഇവൻ എൻകറേജ് ചെയ്യുമോ സെക്സിലേക്ക് എന്നുള്ള പേടി കൊണ്ടായിരിക്കും ചിലപ്പോൾ അത് പറയാതിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കുട്ടി വന്നിട്ട് അമ്മ ഞാൻ എങ്ങനെ ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിണ്ടായിരിക്കടാ, നീ വലുതാകുമ്പോൾ പഠിച്ചോളൂ എന്ന് പറഞ്ഞത് പാരൻസ് ചിലപ്പോൾ അതങ്ങ് ഒഴിവാക്കി വിടും. കാരണം അത് തുറന്ന് ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ഏത് രീതിയിലാണ് എടുക്കുന്നതെന്നുള്ള പേടി കൊണ്ടായിരിക്കും. അത് ഞാൻ സെക്സിലേക്ക് കുട്ടീനെ എൻകറേജ് ചെയ്യുന്നു എന്നുള്ളൊരു പേടി. ഇപ്പോഴും ഒരു ഇൻറ്റിമേറ്റ് സീൻ ടി വിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഓക്വേർഡ് മൊമെന്റ് ഉണ്ടാക്കുന്നുണ്ട് കുട്ടികൾക്കൊപ്പം കാണുമ്പോൾ.
ഇതെങ്ങനെയാണ് നമ്മൾ ഐഡിയലി ഹാൻഡിൽ ചെയ്യേണ്ടത്? പാരൻസ് കുട്ടികളോട് സെക്സിനെ പറ്റി തുറന്ന് സംസാരിക്കേണ്ടതുണ്ടോ ഒരു പരിധി വരെയെങ്കിലും? ഇല്ലില്ല, ഒരു പരിധി വരെ അല്ല. സെക്സിനെ കുറിച്ച് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക തന്നെയാണ് വേണ്ടത്. ഇവിടെയും ലെറ്റ് മീ റീഡിഫൈൻ. ഈ സെക്സ് എന്ന് പറയുന്നത് സത്യത്തിൽ ബയോളജിക്കലാണ്. ബയോളജിക്കലി സെക്സ് എന്ന് പറയുന്നത് XX ഫീമെയിൽ, XY മെയിൽ ആൻഡ് ഇന്റർസെക്സ്. വെദർ ദർ ഇസ് ഒന്ന് എക്സ്ട്രാ അല്ലെങ്കിൽ ഇല്ല. ഇതാണ് സത്യത്തിൽ ബയോളജിക്കൽ സെക്സ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ചിന്തിച്ച പേഴ്സ്പെക്റ്റീവില്ലേ, അത് സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ്. ഇതാണ് ആദ്യം മാറ്റേണ്ടത്. അതായത് സെക്സിനെ കുറിച്ച് എനിക്ക് എൻ്റെ കുട്ടീനോട് പറയാനുള്ള എൻ്റെ ആ ഒരു എന്താ പറയണ വിമുഖതയ്ക്ക് കാരണം എന്താണ്? ഫസ്റ്റ് ഇസ് ദാറ്റ്. ഓക്കെ, അപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റാത്തതിൻ്റെ വിമുഖത എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോൾ ഒത്തിരി ഓൾഡ് ഏജ് അല്ലെങ്കിൽ പഴയ ആൾക്കാർക്ക് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്സ്, അതായത് ആക്ച്വലി സെക്സ് എന്നുകൊണ്ട് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന രതിയാണ്. ഇത് പറയുന്നത് മോശമാണ്, ചീത്തയാണ്. വൈ? ബിക്കോസ് വി ആർ കണക്ടിങ് ദിസ് ടു പോൺ, ന്യൂഡിറ്റി ആൻഡ് ഓൾ ദി അതർ ആക്ട്സ്. ഇത്രയുള്ളതുകൊണ്ടാണ്. ഇതിനെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. സെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ബയോളജിക്കൽ സാധനമാണ്. ഓക്കെ, നമ്മുടെ എക്സ്പ്രസിങ് മെയിൽ ആൻഡ് ഫീമെയിൽ ജെനിറ്റാലിയ വെച്ചിട്ട് ബയോളജിക്കലി നമ്മൾ പറയുന്ന ഒരു കാര്യം, അത്രേ ഉള്ളൂ സെക്സ്. സിമ്പിളാണിത്. ഇത് കഴിഞ്ഞിട്ട് ഇനി വരുമ്പോഴാണ് ഓരോരോ ചോദ്യങ്ങൾ വരിക. അപ്പൊ ചോദ്യങ്ങൾ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ആത്യന്തികമായിട്ട് നമ്മൾ നമ്മുടെ ബോഡിയെ കുറിച്ച് സംസാരിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ ആക്ച്വലി നമ്മൾ സെക്സിനെ കുറിച്ചും അല്ലെങ്കിൽ ഇതിന്റെ എഡ്യൂക്കേഷനെ കുറിച്ചും കൂടുതൽ പറയുമ്പോഴാണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനത് പഠിച്ചു തുടങ്ങുമ്പോൾ ഓർമ്മയുണ്ട്. ഐ റിമെമ്പർ ഞാനിങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഫ്രണ്ട്, ഒരു എൻ്റെ കൂട്ടുകാരി ഫ്രണ്ടാണ്, ഗേൾ ഫ്രണ്ട്. അവളൊന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്പലത്തിൽ അവർ പോയി. വിച്ചമ്പലം ഞാൻ പറയുന്നില്ല. അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ ശില്പങ്ങളുണ്ടല്ലോ. അപ്പൊ എൻ്റെ അടുത്ത് അവൾ വന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ അത് കണ്ടിട്ട് എനിക്ക് തന്നെ നാണായി പോയി. അല്ലല്ല, എന്തൊരു ഭംഗിയാണ്, എന്തൊരു ഭംഗിയായിട്ടാണ് ആ ഇറോട്ടിക് സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ഏട്ടാ നമ്മൾ വളരുന്നല്ലേ ഉള്ളൂ, ചിലപ്പോൾ നമ്മളൊക്കെ വലുതാകുമ്പോൾ അങ്ങനെ ആവുമായിരിക്കും എന്ന് പറഞ്ഞാൽ ഭാരതീയ സംസ്കാരത്തിൽ ഇതൊന്നും ആരും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ ഇറോട്ടിക് സ്കൾപ്ചേഴ്സിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാല് അതായത് നമ്മുടെ ഭാരതീയ ഇതിനകത്താണ് അല്ലെങ്കിൽ ഇന്ത്യൻ ഇതിനകത്ത് കോണ്ടെക്സ്റ്റിലാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ റെഫറൻസ് ഉള്ളത്. അപ്പൊ എബ്രോഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്സിന് റെഫറൻസിന് നമുക്ക് ബുക്സ് ഒന്നും ഉണ്ടായിട്ടില്ല. യു കം ടു ഇന്ത്യ ആൻഡ് ചെക്ക്, വി ഹാവ് എ ലോട്ട്. മനസ്സിലാവുണ്ടോ? അപ്പൊ കാമസൂത്രം എന്ന് പറയുന്നത് പോലും ഇറ്റ്സ് എന്താ പറയണ കംപ്ലീറ്റ്, അതൊരു ബുക്കല്ല, അതൊരു സം ഓഫ് എ ലോട്ട് ഓഫ് ബുക്സ് ആണ്. പുരുഷാർത്ഥം എന്ന് പറയില്ലേ 4 എണ്ണം, അതിൽ അവസാനത്തിലാണ് അത് എല്ലാം പറയണോ? വേണ്ട, അത് കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലാണ് ഈ പുസ്തകത്തിലേക്ക് വരുന്നതെന്നാണ് പറയാ. ഓക്കെ, അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും പാരമ്പര്യമുള്ള ഒരു സാധനത്തെ കുറിച്ചാണ് നിങ്ങൾക്ക് പറയാൻ മടി. എന്തിനാത്? ഇതിപ്പോ നിങ്ങളൊരു അമേരിക്കൻ സിറ്റിസൺ ആണെങ്കിൽ ഞാൻ സമ്മതിക്കാം. സൈക്കോളജിക്കലി നമുക്ക് എന്താ പറയാ, ജോൺസൺ ആൻഡ് വില്യംസ് ആണ് ഇതിനെക്കുറിച്ച് പഠിപ്പിച്ചിരിക്കണമെന്ന് പറയാം, സെക്സ്. ഓക്കെ, പക്ഷെ അവിടെയും അവർ പഠിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ മെയിലാണ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ആൻഡ് അവിടെ സെക്സ് പറയുന്നത് ഓക്കെ അല്ലാത്തതുകൊണ്ട്, നല്ല സ്ത്രീകൾ പറയുന്നില്ല എന്നുള്ളതുകൊണ്ട് സെക്സ് വർക്കേഴ്സ് ആയിട്ടുള്ള, നമ്മൾ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയും, നമ്മൾ സെക്സ് വർക്കേഴ്സ് ആയിട്ടുള്ള സ്ത്രീകളിലാണ് അത് പഠിക്കുന്നത്. എന്നാൽ നമുക്ക് അവർക്കൊന്നും അത്രയും റെഫറൻസുകൾ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇന്ത്യയിൽ അങ്ങനെ ആയിരുന്നില്ല, നമുക്ക് ഒരുപാടുണ്ട്. പിന്നെ നമുക്ക് പറയണത് എന്താ കുഴപ്പം? ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഞാൻ ക്രിസ്ത്യൻ ആണ്, ഞങ്ങൾക്ക് പള്ളിയിൽ ആക്ച്വലി ഇങ്ങനത്തെ സ്കൾപ്ചേഴ്സ് ഒന്നും ഇല്ല. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ദൈവമേ ഒരു അമ്പലത്തിലൊക്കെ പോവാണെങ്കിൽ എന്ത് രസമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. കാരണം ഇതൊക്കെ അവിടെ കൽരൂപങ്ങളിൽ കൊത്തി വെച്ചിരിക്കുകയാണ്, എന്ത് ഭംഗിയായിട്ട്. അത് കാണിച്ചു പറഞ്ഞാൽ മതി, ഭയങ്കര ഈസിയാണ് ഇത് പറയാൻ വേണ്ടിയിട്ട്. മനസ്സിലായി? നമ്മൾ പോകുന്ന സ്ഥലങ്ങളെല്ലാം ട്രിവാൻഡ്രത്തല്ലേ, വി ഹാവ് എ ബ്യൂട്ടിഫുൾ സ്കൾപ്ചർ, ന്യൂഡായിട്ടുള്ള ഒരു സ്ത്രീ കിടക്കുന്ന ഒരു ഇതില്ലേ. നമുക്കത് പറയുമ്പോ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് കുട്ടിയുടെ അടുത്ത് അങ്ങനെ സംസാരിക്കാൻ വേണ്ടേ? നോക്കി എന്ത് രസമാണല്ലേ. ഇനി അതിന്റെ ഭംഗി, അതിന്റെ വലിപ്പം, ഇതെല്ലാം സബ്ജക്റ്റീവാണ്. അതിനെന്താ പറയാ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പഠിക്കുന്നുണ്ട്, ആസ് യു ഗ്രോ ഓൾ യുവർ ഓർഗൻസ് കീപ് ഓൺ ഗ്രോയിങ് വിത്ത് യു. ഇത്രയും മതി. ഇവിടെ ഇപ്പൊ സെക്സ് പറയാൻ എന്താണ് വിഷമം? ഇത്ര സിമ്പിൾ അല്ലേ? ഇനി ഞാൻ എങ്ങനെയാ വന്നേ? അപ്പൊ ഒരു 5 വയസ്സിലൊക്കെ ഉള്ളാവുമ്പോ അപ്പയും അമ്മയും വി ആർ മാരിഡ്. ഓക്കെ, സോ ഞങ്ങൾക്ക് 2 പേർക്കും തോന്നാണ് ദാറ്റ് വി വോണ്ട് എ ബേബി. ഓക്കെ, അതുകൊണ്ട് വി ക്രിയേറ്റഡ് യു. ഇനി അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എങ്ങനെ ഉണ്ടാക്കി? അപ്പൊ പറയണം സേ ദർ ഇസ് എ ഫിസിക്കൽ ആക്ട്. ഓക്കെ, ഇന്റർകോഴ്സ് എന്നാ പറയാ, അല്ലെങ്കിൽ ഇന്റർകോഴ്സ് എന്നുള്ള പേര് പറയണമെന്നില്ല. ഞങ്ങൾക്കൊരു സ്നേഹത്തിന്റെ ഒരു ആക്ട് ഉണ്ട്, അതിലാണ് കുഞ്ഞുങ്ങൾ ഉണ്ടായത്.
നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞ് തുടങ്ങ്, ഇനി ഇയാള് വലുതാവട്ടെ, അതനുസരിച്ച് പണ്ട് പറയുകയും ചെയ്യാം. അപ്പോൾ ഇത്രയും പറഞ്ഞൊരു പാരന്റിന്റെ അടുത്ത് അവന് അല്ലെങ്കിൽ അവൾക്ക് മനസ്സിലായി, അപ്പയ്ക്കും അമ്മയ്ക്കും പറഞ്ഞിട്ട് തന്നെ അറിയാം. അപ്പൊ ഫ്രണ്ട്സിന്റെ അടുത്തോ ടീച്ചേഴ്സിന്റെ അടുത്തൊന്നും പോയി ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലാവുണ്ടോ? ഇങ്ങനെ അങ്ങ് തുടങ്ങിയാൽ മതി. ഇതിപ്പോ നീ മിണ്ടാതിരിക്കും അവിടെ പോയി അങ്ങനെ പറയുമ്പോൾ ഒബ്വിയസ്ലി വി ആർ സ്വിഷിങ്. അപ്പൊ ഇത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ കുട്ടിയെ ഇപ്പം എൻ്റെ മോനാണെങ്കിൽ പോലും അവന്റെ സ്കൂൾ വാനിൽ അല്ലെങ്കിൽ അവന്റെ കൂടെയുള്ള കുട്ടികൾ ഈ സെയിം പ്രായക്കാരൊന്നും അല്ല. ഗദാഫി കളിക്കാൻ പോയ സമയം ഒന്ന് ഓർത്ത് നോക്കിയേ. ഇപ്പൊ നമ്മുടെ പുറത്ത് ഇപ്പൊ കളിച്ചോണ്ട സമയത്ത് ചേട്ടന്മാരുണ്ടായിട്ടില്ലേ? കോൺവെർസേഷൻസ് അപ്പൊ നമ്മുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിരിക്കോ? അപ്പൊ വാട്ട് വി ഹാവ് ടു ഡു ഹിയർ ഇസ്, എന്ത് കേട്ടാലും ഇവിടെ വന്ന് പറയാനോ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അവര് ചോദിച്ചു, അമ്മ ഇങ്ങനെ ഒരു എഫ് വേർഡ് കേട്ടു, വാട്ട് ഇസ് ദാറ്റ്? അപ്പൊ നമ്മുടെ പ്രശ്നം വെച്ചാൽ നീ ഇത് എവിടെന്നാ കേട്ടെന്ന് ആദ്യം ചോദിക്കും. അപ്പൊ കുട്ടിക്ക് കൺഫ്യൂഷനായി, ദേ ഗെറ്റ് അലേർട്ട്. ഓ, അമ്മ അങ്ങനെ ചോദിച്ചെന്ന് പറഞ്ഞാൽ എന്തോ ഒരു കുഴപ്പമുണ്ടെന്നല്ലേ? അല്ല, യു ആൻസർ ഇറ്റ് ഇൻ യുവർ വേ. എന്നിട്ട് ഓക്കെ അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ, ഇനി മക്കൾ ഇത് എവിടെന്നാ കേട്ടെന്ന് ചോദിച്ചാൽ അവർ പറയും. ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എല്ലാ കാര്യങ്ങളും. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരേപോലെ റെഡി ആയിരിക്കുമോ പറയാൻ വേണ്ടി? ഐ ഷുഡ് സേ യു ഷുഡ് ബി എക്യുപ്ഡ് ഇനഫ് ടു ഡു ദിസ്. കാരണം പാരൻസ് തന്നെയാണ് ഇത് പറഞ്ഞു കൊടുക്കേണ്ടത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡീസ് പറയുന്നത് നിങ്ങൾ എത്രത്തോളം സെക്സ് കൊടുക്കുന്നോ അത്രത്തോളം ലേറ്റ് ആയിട്ടേ അവർ ഈ ഇന്റർകോഴ്സ് അല്ലെങ്കിൽ സെക്ഷൽ ആക്ടിൽ ഏർപ്പെടുമെന്നാണ്. അല്ലാതെ നമ്മള് ഈ സെക്സിന്റെ പ്രശ്നം അറിയോ, സെക്സ് ചെയ്യാൻ പഠിപ്പിക്കുന്നതാണ് ആൾക്കാർ മനസ്സിലാക്കുക. നോ, ഇറ്റ്സ് നോട്ട് ദാറ്റ്. ഇന്റർകോഴ്സ് അല്ലെങ്കിൽ സെക്ഷൽ ആക്ടിവിറ്റി എന്നുള്ളത് ഈ സെക്സിന്റെ ഏറ്റവും അവസാനമാണ്. അതിനു മുൻപ് നമ്മൾ എന്താ പഠിപ്പിക്കുക? ബോഡിയെ കുറിച്ചാണ്. ഞാൻ എന്നെ കുറിച്ച് കൂടുതൽ അറിയുന്നത് ഞാൻ സെക്സ് എഡ് പഠിക്കുമ്പോഴാ. അതാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇത് പാരന്റ്സ് ചെയ്യേണ്ട കാര്യല്ലേ? അപ്പൊ അതുകൊണ്ട് യു ഹാവ് ടു ബി എക്യുപ്ഡ് ഇനഫ്. അതിന് ഒരുപാട് ക്ലാസ്സസ് ഉണ്ട്, ഓക്കെ, കോഴ്സസ് ഉണ്ട്, അല്ലെങ്കിൽ ബുക്സ് ഉണ്ട്. അത് വായിക്കുക, നിങ്ങൾ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യുക, വർത്താനം പറയുന്ന സംസാരിക്കുക. ദെൻ യു ഹാവ് ടു സ്പീക്ക്. ഇവിടെ ഇപ്പോൾ ടീനേജ് കേസസിലൊക്കെ വരുമ്പോഴത്തേനും ഉണ്ടല്ലോ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ സെക്ഷൽ ആക്ടിൽ ഏർപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്. അപ്പോൾ അവരിങ്ങനെ സങ്കടപ്പെട്ട് പറയും, മാം ഇത് 12 വയസ്സിലൊക്കെ എങ്ങനെയാണ്? ഈ 12 വയസ്സിൽ എങ്ങനെയാണെന്ന് നിങ്ങൾ ചോദിക്കണതേ നമ്മൾ നേരത്തെ പറഞ്ഞ പേഴ്സ്പെക്റ്റീവും കൊണ്ടാ. എന്റെ 12 വയസ്സിൽ ഞാൻ കുട്ടിയായിരുന്നു. അപ്പൊ കുട്ടിയായി എനിക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. ഡസൻ മീൻ ദാറ്റ് 12 വയസ്സുള്ള നിങ്ങൾക്ക് ഒരു കുട്ടി അങ്ങനെയല്ല. ശരിക്കും ഏജ് വൈസ് നോക്കിക്കേ, 12 വയസ്സ് തന്നെ പ്യൂബേർട്ടിയാ, ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ട്, സെക്സ് ഹോർമോൺസ് ഉണ്ട്. അപ്പോ ഒരാളോടൊരു ഇഷ്ടം തോന്നാ അല്ലെങ്കിൽ ഇൻഫാക്ച്വേഷൻ തോന്നാ സ്വാഭാവികല്ലേ? അവിടെ പക്ഷേ കുട്ടിയായി കണ്ട് ഇയാളെ നോക്കുമ്പോ നമുക്ക് എടുക്കാൻ പറ്റില്ല. അത്രേ പ്രശ്നമുള്ളൂ. അപ്പൊ അതിനു മുൻപ് നമ്മൾ പറഞ്ഞു കൊടുക്കണമായിരുന്നു, മക്കളെ നിങ്ങളിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണേ, ചിലപ്പോ ഒരു ചേട്ടൻ ഒന്ന് ചിരിക്കുമ്പോൾ നിനക്കൊരു ഇഷ്ടം തോന്നുമായിരിക്കും കേട്ടോ. അപ്പൊ ആൺകുട്ടിയാണെങ്കിൽ പറയാം, നല്ല ഭംഗിയുള്ളൊരു പെൺകുട്ടിനെ കാണുമ്പോൾ നിനക്കൊരു പ്രത്യേക ഫീലിംഗ് തോന്നാൻ സാധ്യതയുണ്ട്. ദാറ്റ്സ് ഓൾ ഗുഡ്. അവിടെ പറയുമ്പോ ബൗണ്ടറീസിനെ കുറിച്ചും കൂടെ പറഞ്ഞു കൊടുത്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ഇനി 18 വയസ്സിന് മുൻപ് എല്ലാം പോക്സോയാ, അപ്പൊ ഇതിന്റെ കൂടെ അതും പറയണം. ഇങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യാ. ഇപ്പൊ ഞാൻ പറയട്ടെ ഗദാഫി, ഇത് ഇത്ര ടഫാണോ? അല്ല. പിന്നെന്താ പറയാത്തെ? ഈ സോഷ്യൽ സ്റ്റിഗ്മ ഉണ്ടല്ലോ, അതിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് വരാനുള്ള പ്രശ്നമായിരിക്കണം. നൗ ദ തിങ് അഗെയിൻ കംസ് ടു ദ ഫാമിലി. ചില ആൾക്കാർ പറയും, ഞാൻ പറയും, എൻ്റെ ഹസ്ബൻഡ് പറയില്ല, നിങ്ങൾക്ക് ഇതൊക്കെ പറയണ എളുപ്പം, നിങ്ങളുടെ വീട്ടിൽ ഗ്രാൻഡ് പാരന്റ്സ് അല്ലെങ്കിൽ വേറെ ആൾക്കാരൊന്നും ഇല്ലല്ലോ. ഞാൻ പറയണ, നിങ്ങൾ എന്തിനാ എല്ലാവരെയും കൊണ്ട് ഇത് പറയണേ? യു ഡു വാട്ട് യു ക്യാൻ ഡു, അത്രയും മതി. അങ്ങനെ യു ഹാവ് ടു ചേഞ്ച്. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇതെല്ലാം ചോദിക്കുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഐ വുഡ് സേ യു ആർ സേഫ്. ഒന്നും പറയാത്ത ഒരാളുണ്ടെങ്കിൽ യു ആർ മോർ റെസ്പോൺസിബിൾ. പറഞ്ഞു കൊടുത്തേ പറ്റൂ. വേറെ ആരിൽ നിന്ന് അറിയുന്നതിന് മുൻപ് അമ്മയിൽ നിന്ന് അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് നിന്ന് ഈ കുട്ടിക്ക് ഇത് അറിയാമെങ്കിൽ ബി അഷ്വർഡ്, അതാണ് ഫൗണ്ടേഷൻ ഓഫ് കണക്ഷൻ. ഓക്കെ. ഇതിപ്പോൾ നമുക്ക് എല്ലാ പാരൻസിനും ചിലപ്പോൾ ഒരു ബെസ്റ്റ് പാരൻസ് ആവാനൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, അല്ലേ? പാരൻസ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം, ബെസ്റ്റ് പാരൻസ് ആവാൻ വേണ്ടിയിട്ട്, അല്ലേ? അങ്ങനെ ബെസ്റ്റ് പാരൻസ് ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് ലീഡ് ചെയ്യിക്കുന്ന ആസ് എൻ എക്സ്പേർട്ട് എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ബുക്കുകളോ സിനിമകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ആയിരിക്കും, എന്തൊക്കെയായിരിക്കും? ഇതില്ലേ ഇറ്റ്സ് അഗെയിൻ ആൻ ഐഡിയോളജി. ഇപ്പൊ ബെസ്റ്റ് പാരന്റ് ആയിട്ട് ഇറ്റ്സ് ഓൾവേസ് അപ് ടു യുവർ ചൈൽഡ്. ഇപ്പൊ എനിക്കൊരു കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് ഞാൻ ബെസ്റ്റ് പാരന്റ് ആവുക വേണ്ടേ? അപ്പോൾ യു ഹാവ് ടു കം അക്കോർഡിംഗ് ടു ദാറ്റ്. ഇപ്പൊ ഞാനൊരു 2-3 കാര്യങ്ങൾ പറയാം. ഇഫ് യു ഹാവ് എ ബോയ് ബേബി,
ഓക്കെ. അപ്പോൾ അവനൊരു ബെസ്റ്റ് പാരന്റ് ആവണമെങ്കിൽ എനിക്കൊരു പരിധി വരെ മെൻ പെർസ്പെക്റ്റീവ്സ് അറിയാൻ പറ്റണം, മെൻ ബോഡി അറിയാൻ പറ്റണം, മെൻ്റെ തോട്ട്സ് അറിയാൻ പറ്റണം, മെൻ ഇമോഷണൽ മെച്യൂരിറ്റി എങ്ങനെയാണെന്ന് അറിയാൻ പറ്റണം. യു ഹാവ് ടു റീഡ് ദോസ് കൈൻഡ് ഓഫ് ബുക്സ്. ഓക്കെ. ഇപ്പോൾ ബോയിനെ പാരന്റ് ചെയ്യാനാണെങ്കിൽ റെഫറൻസ്, എൻ്റെ ഏറ്റവും വലിയ റെഫറൻസ് വാരണമായിരം മൂവിയാണ് ബോയ് പാരന്റിങ്ങിൽ. ഓക്കെ. വെൻ ഇറ്റ് കംസ് അപ്പ് ടു ഗേൾസിനെ പാരന്റ് ചെയ്യുമ്പോൾ നമ്മൾ എവിടുന്ന് ഇത് പാരന്റ് ചെയ്യണമെന്ന് അറിയോ? സേഫ്റ്റിന്നാ. പക്ഷെ ബോയ് പാരന്റിങ്ങിൽ നമ്മൾ സേഫ്റ്റീനെ അങ്ങോട്ട്, അത് ശരിയല്ല. അപ്പൊ അതും നിങ്ങൾ പഠിക്കണം. ഗേൾ പാരന്റ് ചെയ്യുമ്പോഴത്തേനും ഇനി ഇവിടെ ഇതുപോലെ തന്നെ ആ പെൺകുട്ടി വളരുന്നുണ്ട്, ആ കുട്ടിയുടെ ഇൻഡിപെൻഡൻസി, ആ കുട്ടിയുടെ വളർച്ച, ആ കുട്ടിയുടെ കോൺസെപ്റ്റ്സ്, അപ്പോൾ ചിലപ്പോൾ അവൾക്ക് പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ സേ ഷീ ഈസ് ഗുഡ് അറ്റ് സ്കിപ്പിംഗ്, അപ്പം നിങ്ങൾ അതും പഠിക്കണം. മേ ബി ഷീ ഈസ് ഗുഡ് അറ്റ് ജിംനാസ്റ്റിക്സ്, അപ്പം അതും പഠിക്കണം. അപ്പോഴേ ആ കുട്ടിക്ക് നിങ്ങളൊരു ബെസ്റ്റ് പാരന്റ് ആവുന്നുള്ളൂ. നൗ യു ഹാവ് എ ന്യൂറോ ഡൈവേർജന്റ് ചൈൽഡ്, അപ്പോൾ അതും റെഫറൻസ് എന്തൊക്കെയാണ്? അങ്ങനത്തെ മൂവീസാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ന്യൂറോ ഡൈവേർജന്റ് ആയിട്ടുള്ള കുറേ പേരൻപ്, ഇറ്റ്സ് എ വെരി ഗുഡ് റെഫറൻസ്. മമ്മൂട്ടി അഭിനയിച്ചൊരു മൂവിയാണ്. അപ്പോൾ അതിന് ന്യൂറോ ഡൈവേർജൻസിന് പല പല കണ്ടീഷൻസാണ്. അപ്പോൾ യു ഹാവ് ടു ഗോ ടു ദ എക്സ്പേർട്ട്, അണ്ടർസ്റ്റാൻഡ് ഇത് എന്ത് ന്യൂറോ ഡൈവേർജൻസ് ആണ്, അതനുസരിച്ച് യു ഹാവ് ടു റിസർച്ച്, എന്നിട്ട് അതാണ് വായിക്കേണ്ടത്, അതാണ് കാണേണ്ടത്. അല്ലാതെ ദർ ഇസ് നോ വൺ റൂൾ. ഐ ഹാവ് 2 children. മൂത്തയാളുടെ പാരന്റിങ് ബുക്ക് കൊണ്ട് ഇളയാളുടെ അടുത്ത് പോയാൽ ഞാൻ തുന്നം പാടിപ്പോവും. ഐ സ്കോർ -100. 2 books are different. അപ്പം ഇങ്ങനെ നമുക്ക് നോക്കുമ്പോഴാണ് പാരന്റിങ് കിട്ടുള്ളൂ. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും അപ്പോഴും ഒരു റെഫറൻസ് വേണ്ടേ? ഞാൻ ചോദിക്കുന്നത്, ഞാനപ്പോൾ ഈസി ആയിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാർ ഇങ്ങനെ ഡിഫൈൻ ചെയ്യേ, മാം മൈ ചൈൽഡ് ഇസ് സ്ട്രോങ് വിൽഡ്, ഹി നീഡ്സ് ക്ലാരിറ്റി, ബൗണ്ടറീസ് എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഒരു കാര്യം തീരുമാനിച്ചാൽ അതങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ കുട്ടി സ്ട്രോങ് വിൽ ചൈൽഡാണ്, പക്ഷേ ഹി ഈസ് അൺഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് ബൗണ്ടറീസ്. സോ യു ഹാവ് ടു റീഡ് ഓൺ ബൗണ്ടറീസ് ആൻഡ് എക്സിക്യൂട്ടിംഗ് ബൗണ്ടറീസ്. അപ്പോഴത്തെ ബുക്ക് എന്താണ്? ദർ ഇസ് എ ബുക്ക് ആക്ച്വലി ഇൻ എ ടൈറ്റിൽ, ഹൗ ടു ടോക്ക് ടു ചിൽഡ്രൻ സോ ദാറ്റ് ദ ചൈൽഡ് വിൽ ലിസൺ ടു യു. അപ്പോൾ ആ ബുക്ക് നിങ്ങൾ വായിക്കണ്ടേ? സോ ഐ വുഡ് സേ ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ചൈൽഡ് ഇൻ ഫ്രണ്ട് ഓഫ് യു, ആൻഡ് ഇഫ് യു ഹാവ് 3, you should research 3 times. Okay. ഇങ്ങനെയാണ്, അല്ലാതെ there is nothing. മനസ്സിലായി. ഇതിപ്പോൾ പണ്ടൊക്കെ നമ്മൾ കുട്ടികളെ അടക്കമൊതുക്കം പഠിപ്പിക്കും. കുട്ടികളെ, അതായത് മുതിർന്നവർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ മിണ്ടാതിരുന്ന് കേൾക്കുന്ന. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ക്രമേണ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കുട്ടിയുടെ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ കൊടുക്കുക, നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഒരു കുട്ടിയെ നല്ല പ്രതികരണ ശേഷിയുള്ള കുട്ടിയായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളത്. അത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ കാലത്ത് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ കുട്ടികളെ വളർത്തിയെടുക്കാൻ ഒരു പാരന്റ് എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്? നോക്കി, പ്രതികരണശേഷി എന്ന് പറയുമ്പോഴുണ്ടല്ലോ, ഇപ്പൊ നേരത്തെ ഗദ്ദാഫി പറഞ്ഞ പോയിന്റിലേക്ക് ഞാൻ തിരിച്ചു വരും. കാരണം പറഞ്ഞിട്ടില്ലേ, നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ റിബൽ ആയിട്ടുള്ളത് നമ്മുടെ പാരന്റ്സിന്റെ അടുത്താണ്. അതൊരു സ്റ്റേജിലായിരുന്നു, മേ ബി നമ്മൾ ടീനേജിലായിരുന്ന സമയത്ത്. അപ്പൊ ഈ നമ്മളിങ്ങനെ ചെറിയ കുട്ടികളെ ശ്രദ്ധിച്ചറിയാൻ പറ്റും. കുഞ്ഞു കുട്ടികളെ നമ്മൾ ഒരുപാട് പ്രമോട്ടാ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞു വാവകൾ ഒരു 1.5-2 വയസ്സുള്ള കുട്ടികൾ തന്നെ നമ്മളോട് എന്തെങ്കിലും പറയുമ്പോൾ നമ്മളിതിനെ ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യും. അപ്പം എന്താ അങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ചാൽ നമുക്കത് ഭയങ്കര സന്തോഷമാണ്. വെൻ ദേ സേ നോ, വി അക്സെപ്റ്റ് ആൻഡ് റെസ്പെക്ട് ദെയർ നോസ്. ഈ കുട്ടി തന്നെ ഒരു 1-2 ആകുമ്പോഴത്തേന്, പക്ഷേ 5 വയസ്സ് 6 വയസ്സാകുമ്പോഴത്തേന് ഇവർ നോ പറയും, എനിക്കത് ചെയ്യണ്ട. അപ്പം നമ്മൾ ചോദിക്കും, അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കും, നോക്കി അങ്ങനെയല്ല, ഇന്ന കാര്യം ഉള്ളത് കൊണ്ടാണ് നമ്മളിത് നിന്നോട് ചെയ്യാൻ പറയുന്നത്. അപ്പൊ കുറെ കുട്ടികൾ ലോജിക്കലി പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും, ചില കുട്ടികൾക്ക് ഇമോഷണലി പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലാകും, ചില കുട്ടികൾക്ക് മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലാകും. അപ്പോഴും നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതില്ലാണ്ടായി പോണത് എവിടെയാണെന്നറിയോ? കുറച്ച് വലുതായി കഴിയുമ്പോൾ, എന്ന് പറഞ്ഞാൽ 8 വയസ്സൊക്കെ ആകുമ്പോൾ, 8-2 നമുക്കതില്ല. നിനക്ക് അറിഞ്ഞൂടെ ഇത് ചെയ്യണം എന്ന്? എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ചെയ്താലെന്താ എന്ന രീതിയിലേക്ക് പാരൻസ് മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ 2 വയസ്സിൽ 3 വയസ്സിൽ ഗൈഡ് ചെയ്ത പോലെ ഇവോൾവ് ആൻഡ് സ്ലോലി കൺസിസ്റ്റൻ്റ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതാണ് മെത്തേഡ്. അപ്പോൾ ടീനേജിലാകുമ്പോൾ ചില കാര്യങ്ങളോട് പറയാൻ എനിക്കത് ചെയ്യണ്ട. അപ്പോൾ ഹി ഓർ ഷീ ഹാസ് എ റീസൺ എന്തിനാണ് ഇത് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നമ്മൾ പറയുന്ന സാധനങ്ങളാണ് എന്താ പറയുക, സ്പീക്ക് ദ റാഷണൽ എന്ന് പറയും. അതായത് നമ്മൾ നമ്മുടെ വാല്യൂസ്, നമ്മുടെ പെർസ്പെക്റ്റീവ്സ് ഒന്നും പറയണ്ട. ഹി ഈസ് സേയിങ് നോ, ഐ ഡോണ്ട് വാണ്ട് ടു ഡു ഇറ്റ്. ചോദിക്കുക, വൈ ഡോണ്ട് യു വാണ്ട് ടു ഡു ഇറ്റ്?
അപ്പം ഇങ്ങനെ അപ്പം യു ഹാവ് സം പെർസ്പെക്റ്റീവ്സ് ഇൻ ദാറ്റ്. അതായത് കമ്മ്യൂണിക്കേഷനിലേക്കാണ് ഞാൻ പോണത്. അങ്ങനെ ചെയ്താൽ മതി. അവിടെ ഇപ്പം നമ്മൾ എന്താ ചെയ്യാത്തതെന്നറിയോ? ഞാൻ നിന്നോട് പറയുന്ന കാര്യം നീ ചെയ്യ്. നീ എന്നെ പഠിപ്പിക്കല്ലേ, നീ എന്നെ പഠിപ്പിക്കാനായിട്ടില്ല. ഞാൻ അതായത് കുട്ടി എന്നോടൊരു കാര്യം പറയുമ്പോൾ എന്നെ പഠിപ്പിക്കുകയാണ്, എന്നെ കറക്റ്റ് ചെയ്യാൻ ഇവൻ ആരാണെന്നുള്ള ഒരു ഈഗോ സ്റ്റേറ്റിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റില്ല. ഇത് മാറ്റി വെച്ചേ പറ്റുള്ളൂ. അങ്ങനെ ആവുമ്പോൾ ദിസ് വിൽ ബി ബ്യൂട്ടിഫുള്ളി ഇവോൾവിങ്. അതുകൊണ്ട് പണ്ട് കേട്ടിട്ടുണ്ടോ 5 വയസ്സ് വരെ രാജാവായിട്ട് വളർത്തണം എന്ന് പറയും. അത് കഴിയുമ്പോൾ നമ്മൾ മന്ത്രിമാരാവണം. അത് കഴിഞ്ഞാൽ അത് യുവരാജാവാണ്. സോ ഹി ജസ്റ്റ് നീഡ് ഗൈഡൻസ് ആൻഡ് സ്ക്രൂട്ടണി. മതി, ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ നോ പറയാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി പഠിപ്പിക്കേണ്ട കാര്യമില്ല. അവരത് പറയുന്നുണ്ട്. നമ്മൾ 5 വയസ്സ് വരെ എടുക്കുന്നത് പോലെ എടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഏത് വയസ്സിലും അത് എടുക്കാൻ പറ്റുക. ഈ കുഞ്ഞു കുട്ടികളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ക്യൂട്ടാണല്ലോ. അപ്പൊ നമ്മൾ എടുക്കും. എന്നാ ശരി, ചക്കരക്ക് ഇത് വേണ്ടേ, എന്നാ വേണ്ട. ഈ 12 വയസ്സിൽ ചക്കരക്ക് ഇത് വേണ്ടേ, ഇല്ല, അത്രേ ഉള്ളൂ. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഇല്ല, അത് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇതിൽ നിന്ന് തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോണേ. നമ്മളിപ്പോൾ പറയുമല്ലോ പാരന്റിങ് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, അതിന് കുറേയധികം സമയം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്, നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ. പാരന്റിങ്ങിൽ നിയന്ത്രണങ്ങൾ വേണ്ടത് അപ്പോൾ എവിടെയൊക്കെ പാരന്റിങ് കൺട്രോൾ ചെയ്യപ്പെടേണ്ടതുണ്ട്? ഇപ്പോൾ പാരന്റിങ് ആക്ച്വലി ഒരു 5 വയസ്സ് വരെ എല്ലാ രീതിയിലും, അതായത് പേഴ്സണൽ സ്പേസ് വയലേഷൻ അല്ല. പേഴ്സണൽ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ സ്പേസ് ഉണ്ട്, മെന്റൽ സ്പേസ് ഉണ്ട്. ഇതല്ലാതെ എല്ലായിടത്തും ഇത് കൺട്രോൾ ചെയ്യപ്പെടേണ്ട ഒരു സാധനം തന്നെയാണ്. ഓക്കെ, ഞാൻ പറയണ ഒരു 5 ഇയേഴ്സ് വരെ. പിന്നെയും കൺട്രോൾ ചെയ്യണം ഒരു 18 ഇയേഴ്സ് വരെ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ പറയുന്ന പോലെ ഇൻഫോം കൺസെൻറ്റ് കൊടുക്കാൻ റെഡി അല്ലാത്തതുകൊണ്ടാണ് അവിടെ വരെ എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ഇപ്പം ഗദ്ദാഫിയുടെ കുടുംബത്തിൻ്റെ ഇതായിട്ടുള്ള കുറേ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ സോഷ്യൽ വാല്യൂസ്, ബിലീവ്സ് ഇതൊക്കെ ഉണ്ടാവും. അതുപോലെ എൻ്റെ ഫാമിലിയിലും ഉണ്ടാക്കും. അപ്പം നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് ഇതെല്ലാം കണ്ടും കേട്ടും വളരണം. വി ആർ ഗിവിങ് എക്സ്പോഷൻസ്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ നമ്മൾ അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ഇങ്ങനെ ട്യൂൺ ചെയ്താൽ മതി. അപ്പം എല്ലായിടത്തും ബൗണ്ടറീസ് വേണം. അപ്പോൾ ബൗണ്ടറീസ് വേണമെന്ന് വെച്ചാൽ ഇപ്പം പറഞ്ഞ പോലെ വൃത്തിയിൽ ബൗണ്ടറി വേണ്ട, തീർച്ചയായിട്ടും വൃത്തിയിൽ ബൗണ്ടറി വേണം. അപ്പം എങ്ങനെ അത് പഠിപ്പിക്കേണ്ടത്? നമ്മുടെ വ്യക്തി ശുചിത്വം എന്ന് പറയുന്നത് ഇപ്പം ഞാനൊരു കാര്യം എനിക്കത് ഇപ്പം പല്ല് തേക്കണം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. എന്തുകൊണ്ടാണ്? യു ഹാവ് എ റീസൺ. അത് വെച്ചാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഓൾവേസ് സ്പീക്ക് യുവർ കൺസേൺസ് ആൻഡ് യുവർ ഫിയേഴ്സ് ടു യുവർ ചൈൽഡ്. അങ്ങനെയാണ് ബൗണ്ടറീസ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇപ്പം ടീനേജിൽ നമ്മളടുത്ത് ഒരു കുട്ടി വന്ന് പറയില്ലേ, അതായത് എനിക്ക് പുറത്ത് പോകണം, രാത്രി പാർട്ടി ചെയ്യണം, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പോകുന്നുണ്ട്, എൻ്റെ അമ്മ വിടുന്നില്ല. ഇവിടെ നിങ്ങൾ നോ പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഫിയർ കൊണ്ടല്ലേ? സത്യമായിട്ടും നിങ്ങൾ അതൊന്ന് പറഞ്ഞു കൊടുത്താൽ മതിയെന്നേ. അപ്പോൾ അവിടെ ബൗണ്ടറി ഉണ്ടാവും. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ പറയണം, മക്കളെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പോണതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ട്. നിനക്ക് ഒരു സ്ട്രേഞ്ചറിനെ കണ്ടു കഴിഞ്ഞാൽ അയാൾ നിന്നെ എന്തെങ്കിലും ചെയ്യുമോയെന്ന് മനസ്സിലാവോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഐ ഡോണ്ട് നോ. ചിലപ്പോൾ നിനക്ക് അറിയായിരിക്കും, പക്ഷെ നിനക്ക് അറിയില്ലെങ്കിലോ എന്നൊരു പേടി എനിക്കുണ്ട്. നീ ഒറ്റയ്ക്കായി പോയി കഴിഞ്ഞാൽ നിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് പേടിയുണ്ട്. ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ നിനക്ക് വഴി അറിഞ്ഞൂടെ എന്നെനിക്ക് പേടിയുണ്ട്. യു ടോക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് യുവർ ഫിയേഴ്സ്. അപ്പോൾ കുട്ടി പറയും, അപ്പോൾ കുട്ടിയുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ നമുക്ക് ബൗണ്ടറി പറയാം, സമ്മതിച്ചു. പക്ഷെ എന്ത് പറഞ്ഞാലും 9 മണിയാകുമ്പോൾ വരണം. 9 മണി വരെ ഞാൻ ഓക്കെ. എല്ലാ അമ്മമാരും ഈ പറഞ്ഞ പോലെ 10 മണിക്കും 11 മണിക്കും അല്ലെങ്കിൽ കാർ ഓടിക്കാൻ ഓക്കെ ആയിട്ടുള്ള പാരൻസ് ആയിരിക്കില്ലല്ലോ. അപ്പോൾ അത് പറഞ്ഞാൽ മതി. മനസ്സിലാവുണ്ടോ? ഇപ്പം ചില പാരൻസ് പേടിയായിരിക്കും. ഓക്കെ, 9 മണിക്ക് വരണം, അച്ഛനില്ലാത്തതാണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എനിക്കൊരു ഒറ്റയ്ക്ക് ആവൂല. നമ്മുടെ കുട്ടികളുടെ മുൻപിൽ എനിക്ക് എല്ലാം പറ്റും എന്ന് അങ്ങനെ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴും ഇത് പ്രശ്നമാണ്. മനസ്സിലാവുണ്ടോ? ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കാറ്. ഒരു 7 വയസ്സ് അല്ലെങ്കിൽ 5 വയസ്സുള്ള കുട്ടിയുടെ പാരന്റ് വരുമ്പോഴും മാമ എന്ത് പറഞ്ഞാലും കേൾക്കില്ല, സെറ്റിൽ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. ഞാൻ പറയണത് നിങ്ങൾ ചാടലേന്നല്ല പറയണ്ടേ, യു കമ്മ്യൂണിക്കേറ്റ് യുവർ ഫിയേഴ്സ്. മക്കളെ നീ ചാടിക്കോ, പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാവുന്നുണ്ട്, നീ ചാടുമ്പോൾ അവിടെ എങ്ങനെ പോയി മുട്ടിയാലോ മക്കളെ, അമ്മ മാത്രമേ വീട്ടിലുള്ളൂ, ഞാൻ എന്ത് ചെയ്യൂടാ. അപ്പൊ അവൻ ചിന്തിക്കില്ലേ? അങ്ങനെയല്ലേ ചിന്തിപ്പിക്കാൻ പറ്റുക. ഇങ്ങനെയാണ് ബൗണ്ടറീസ് ഉണ്ടാക്കേണ്ടത്. ഇത്
5 വയസ്സിലുള്ള ബൗണ്ടറിയാണ്. ഇനി കുറച്ചുകൂടി ഒരു 10 വയസ്സാകുമ്പോഴത്തേന് ഇതൊന്ന് സ്വിച്ച് ചെയ്യണം. എല്ലാ കാലത്തും ഒരേ ബൗണ്ടറി അല്ല. ആസ് യു ഗ്രോ ഇതിനെ സ്വിച്ച് ചെയ്യണം. പക്ഷെ കോൺസിക്വൻസസ് എല്ലാ കാലത്തും ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ നമ്മൾ മ്യൂച്വലി അഗ്രി ചെയ്യുന്നു. ഈ മ്യൂച്വലി ഞാൻ ഉദ്ദേശിക്കുന്നത് 2 പാരൻസുമാണ്. നിങ്ങളുടെ പാരന്റിങ്ങിനത് ഫോർ എക്സാമ്പിൾ എൻ്റെ കുഞ്ഞിനെ നോക്കുന്നത് വേറൊരാളാണെന്ന് വിചാരിക്കും. ഐ എം നോട്ട് പ്രസന്റ്. അപ്പൊ ബൗണ്ടറീസ് ഉണ്ടാക്കുന്നത് അയാളാണ്, ഇല്ലാത്ത ഞാനല്ല. മനസ്സിലാവുണ്ടോ? അതാ ഞാൻ പറയുന്നത്. കൺസെൻഷ്വൽ ആയിരിക്കണം എന്നുള്ളതും ഒറ്റയ്ക്കല്ല എന്നുള്ളതും ഈ 2 പോയിന്റ്സ് ഭയങ്കര വാലിഡാ. ഇവിടെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വയസ്സുകാരനോട് നീ ചാടല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ ഈ സംഭവം ഇങ്ങനെ എൻ്റെ ഫിയർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ബൗണ്ടറി വെച്ചു. സ്റ്റിൽ ഹി ഡിഡ് ഇറ്റ് എന്ന് വിചാരിക്കും. താഴെ വീണു, തല പൊട്ടി. ദെൻ അപ്പോൾ അത് പറയണം. അതിന് മുൻപേ കോൺസിക്വൻസസ് ഹാസ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ് വെൽ ഇൻ അഡ്വാൻസ് എന്ന് പറയും. അതായത് മക്കളെ അമ്മയുടെ കാര്യം പറഞ്ഞു, അമ്മയുടെ പേടിയും പറഞ്ഞു, എന്തെങ്കിലും സംഭവിച്ചാൽ ഇനി ഐ വോണ്ട് ലെറ്റ് യു എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് കോൺസിക്വൻസ് ആണ്, അത് ചെയ്തേ പറ്റൂ. നമ്മുടെ പാരന്റിങ്ങിലെ കോൺസിക്വൻസിന്റെ പ്രശ്നം എന്ന് അറിയോ? നീ അങ്ങനെ ചെയ്താലേ നീ ഞാൻ സ്നേഹിക്കില്ല, നിന്നോട് ഞാൻ മിണ്ടില്ല, ഞാൻ നീ മൈൻഡ് ചെയ്യില്ല, നിന്റെ ഒരു കാര്യങ്ങളും ഞാൻ ചെയ്തിരില്ല. ഇതൊന്നും കോൺസിക്വൻസസ് അല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം ഇമോഷണലി നമ്മൾ കൊടുക്കേണ്ട ഗൈഡൻസ് ആണ്. അവരുടെ ഇമോഷണൽ ഇൻഡിപെൻഡൻസിന് അവരെ കേപ്പബിൾ ആക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട സാധനങ്ങളാണ്. അങ്ങനെയല്ല കോൺസിക്വൻസസ് വെക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ. അപ്പൊ ബൗണ്ടറീസ് അങ്ങനെയാണ്, കോൺസിക്വൻസസും ഇതിന്റെ കൂടെ ഉണ്ടാവണം. ഇപ്പൊ ടീനേജിലാണെങ്കിലും നമ്മൾ ഇപ്പൊ ട്രസ്റ്റ്, അതും പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ കുട്ടികളുടെ അടുത്ത് നമുക്ക് ട്രസ്റ്റ് ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ 100% ട്രസ്റ്റ്, അല്ലെങ്കിൽ 0%. 90% ആയിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. മനസ്സിലാവുണ്ടോ? ഇപ്പൊ ഗദ്ദാഫിനെ എനിക്ക് 90% വിശ്വാസമുള്ളതെന്ന് ഗദ്ദാഫിക്ക് മനസ്സിലാവില്ലേ? എൻ്റെ അടുത്ത് അത് മനസ്സിലാവും. അപ്പൊ അത് തിരിച്ചറിയില്ല. എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഇതന്നെ കുട്ടികൾക്കുള്ളത്. അപ്പൊ നമ്മൾ പറയാണ് മക്കള് സൈക്കിൾ എടുത്ത് പോയിക്കോ, ഒരു കുഴപ്പമില്ല, പക്ഷെ അങ്ങോട്ട് പോവരുത്. സംടൈംസ് വി സേ ദാറ്റ് നോ. പക്ഷെ അത് പോയി കഴിഞ്ഞാൽ അപ്പൊ പോയി അമ്മ എങ്ങനെയാ അറിയാം? അത് നെക്സ്റ്റ് പാർട്ടാണ്. ഓക്കെ, അവിടെ ഞാൻ പറഞ്ഞ യു നീഡ് കണ്ടിന്യൂസ് മോണിറ്ററിങ് എന്നുള്ളത്. ഓക്കെ, അതായത് 20-25 വയസ്സാവണം കംപ്ലീറ്റ്ലി മെച്യൂർ ആവണമെങ്കിൽ. അതുവരെ കണ്ടിന്യൂസ്ലി മോണിറ്റർ എന്ന് പറയുമ്പോൾ ഹെലികോപ്റ്റർ പാരന്റിങ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുണ്ടോ? ഗൈഡൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അവിടെ പോവരുതെന്ന് പറഞ്ഞ് പോകില്ല എന്ന് പറഞ്ഞിട്ടാണ് വണ്ടി എടുത്ത് പോയെന്ന് വിചാരിക്കും. ആൻഡ് യു കം ടു നോ ദാറ്റ് അവിടെ പോയി. അപ്പോൾ ദർ ഷുഡ് ബി എ കോൺസിക്വൻസ്. ഇത് എപ്പോഴും ഉണ്ടാവണം. ചില സമയത്ത് കോൺസിക്വൻസസ് ഇല്ല, ചില സമയത്ത് കോൺസിക്വൻസസ് ഉണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ ഗദ്ദാഫി പറഞ്ഞ ബൗണ്ടറി നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. ഇത്രയേ ഉള്ളൂ. എന്താണെന്നറിയോ, ജനറൽ പാരന്റിങ്ങിന്റെ ഐഡിയ എല്ലാവരും കൺഫ്യൂസ് ചെയ്യുന്നത് നമ്മൾ വഴക്ക് പറയുന്നില്ല, അടിക്കുന്നില്ല, അതല്ല ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുണ്ടോ? എല്ലാം സമ്മതിച്ചു കൊടുക്കലല്ല ജനറൽ പാരന്റിംഗ് എന്ന് പറയുന്നത്. വി ആർ ഹിയർ വിത്ത് ബൗണ്ടറീസ്. നമുക്ക് സത്യം പറഞ്ഞ സങ്കടമൊക്കെ വരും നമ്മുടെ മക്കള് കരയുന്നത് കാണുമ്പോഴേ. പക്ഷെ നമ്മൾ നോ അല്ലേ പറയുന്നുള്ളൂ, അത് പറഞ്ഞേ പറ്റുള്ളൂ. ഇപ്പൊ ഈ പറയുന്ന ആൾക്കാരോടൊക്കെ ഞാൻ തിരിച്ചു ചോദിക്കും, തീയിൽ തൊടാൻ പോവാണ്, നിങ്ങൾ എന്ത് ചെയ്യും? അയ്യോ മാം അത് പറ്റില്ല. അപ്പൊ നിങ്ങൾ നോ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അങ്ങനെ കാണണം. അത് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ സ്ക്രീനിന്റെ കാര്യത്തിൽ എപ്പോഴും പറയുന്ന കാര്യം, സ്ക്രീൻ ഇപ്പൊ കാണണ്ട, നിങ്ങൾ ഇത് കാണണ്ടെന്ന് പറഞ്ഞതിന് നിങ്ങൾക്ക് ഒരു റീസൺ ഇല്ലേ? തീ പോലെ തന്നെ ആയിരിക്കണം ആ റീസണും. എന്നാലേ ഫ്ലെക്സിബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കുള്ളൂ. അങ്ങനെ ഇഫ് യു ആർ സ്ട്രോങ് വിത്ത് യുവർ ബൗണ്ടറീസ് ഇറ്റ്സ് ഈസി. അല്ലെങ്കിൽ ഇഫ് യു ആർ ഫ്ലെക്സിബിൾ, I'll tell you, your child is so smart and they are more healthy. They'll push the boundaries. ബൗണ്ടറീസിന് ഇങ്ങനെയാണ് ഉണ്ടാക്കണ്ടേ. ഓക്കെ, ഈ സെക്സ് എഡ്യൂക്കേഷൻ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ഇമോഷണൽ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് വിചാരിക്കുന്നത്. അവർ തിരഞ്ഞെടുക്കുന്ന റിലേഷൻഷിപ്പിൻ്റെ സെലക്ഷനിലൊക്കെ ചിലപ്പോൾ ഈ ഇമോഷണൽ എഡ്യൂക്കേഷൻ എത്രമാത്രം സഹായിച്ചേക്കാം പിന്നീട്. ഇമോഷണൽ എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ 11 മാസം മുതലാണ്. അതായത് കുഞ്ഞുങ്ങളുണ്ടായി 10 മാസം നമ്മൾ ബൗണ്ടറി പഠിപ്പിക്കും. 11ാമത്തെ മാസം മുതൽ വിൽ സ്റ്റാർട്ട് ലേബലിംഗ് ദി ഇമോഷൻസ് എന്ന് പറയും. 17ാമത്തെ മാസത്തിലാണ് ടാൻട്രംസ് കുട്ടികൾക്ക് തുടങ്ങുക, ബിഹേവിയറൽ ടാൻട്രംസ് തുടങ്ങുക. അപ്പോൾ എന്തിനാ 11ൽ തുടങ്ങണമെന്ന് അറിയോ? ഈസി ആവാൻ വേണ്ടിയാ മാനേജ്മെന്റ്. അതായത് യു ആർ സാഡ്, ദാറ്റ്സ് വൈ യു ആർ ഡൂയിങ് ദിസ്. യു ഗോട്ട് ആംഗ്രി ബിക്കോസ് ഐ ഡിഡ് ദിസ് ആൻഡ് ദാറ്റ്സ് വൈ യു ആർ ഡൂയിങ് ദിസ്. യു ആർ ഹാപ്പി, യു ആർ സ്മൈലിംഗ്, യു ആർ ഡാൻസിങ്. ഇത് അവിടെ നിന്ന് പഠിപ്പിക്കേണ്ട കാര്യമാണ്. മനസ്സിലാവുണ്ടോ? ഇത് നമ്മൾ പഠിപ്പിച്ച് കൊടുത്തേ പറ്റുള്ളൂ. കാരണം എനിക്ക് എല്ലാ ഇമോഷൻസും കൊണ്ടാ, എക്സ്പ്രഷൻസ് മാത്രമേ മോശമാവുന്നുള്ളൂ. നമ്മൾ ഇമോഷൻസ് എല്ലാത്തിനെയും നമുക്ക് സത്യം പറഞ്ഞാൽ എത്ര ഇമോഷൻസിന്റെ പേരറിയാം? സന്തോഷം തന്നെ കുറേ ഉണ്ട്. ജോയ് ഉണ്ട്, ഹാപ്പി ഉണ്ട്, എക്സൈറ്റഡ് ഉണ്ട്.
ഓക്കെ, കണ്ടന്റ് ഉണ്ട്. എന്താ വ്യത്യാസം? മലയാളത്തിലെല്ലാം സന്തോഷമാണ്. സന്തോഷം, ആനന്ദം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ക്രിഞ്ചായിപ്പോ. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഇതൊക്കെ പഠിപ്പിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നല്ലതാണെന്ന് പഠിക്കാൻ വേണ്ടി. ദേഷ്യവും ഗുഡാണ്, അതെ, മനസ്സിലാവുണ്ടോ? പക്ഷെ അതിനെ എക്സ്പ്രസ് ചെയ്യാനും കൂടി പഠിപ്പിക്കണം. അപ്പൊ ഇമോഷൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് ചെയ്യാനും മാനേജ് ചെയ്യാനും പഠിപ്പിക്കുക എന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, അപ്പോൾ ഞാൻ ഒരിക്കലും ഞാൻ പറയുന്നത് അങ്ങനെയല്ല. ആസ് ആൻ എക്സ്പേർട്ട് പാരന്റിങ് കോച്ച് ഐ വുഡ് സേ, നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ കാണിക്കണം. ഇപ്പം ഞാൻ ദേഷ്യപ്പെടും ചില സമയത്ത്, ഓക്കെ, പക്ഷെ അപ്പം എനിക്ക് അറിയാം. അപ്പം ഞാൻ പറയും, നോക്കിയേ എനിക്ക് ദേഷ്യം വന്നു, അത് ഗുഡാണ്. പക്ഷെ ഞാനിങ്ങനെ ഒച്ചെടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഞാൻ എന്തുകൊണ്ടാണ് ചെയ്തത്? എനിക്ക് ഇമോഷണൽ റെഗുലേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ പ്രായത്തിൽ ആരും പഠിപ്പിച്ചു തരുന്നുണ്ടോ? ഇപ്പം അവൻ ഹീ 7 years old. ഈ സംടൈംസ് ഹീൽ ആസ്ക് മീ, ഇത്രയും സങ്കടത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും എൻ്റെ അടുത്ത്. അപ്പം ഞാൻ പറയും, ശരിയാണ്, ദാറ്റ്സ് ട്രൂ, വാട്ട് യു ആസ്ക്ഡ് ഇസ് ട്രൂ. പക്ഷെ ഐ ഡോണ്ട് നോ, ഇറ്റ് വിൽ ടേക്ക് ടൈം ഫോർ മീ ടു റെഗുലേറ്റ്. കാരണം ഐ ആം 30+. മനസ്സിലാവുണ്ടോ? ഐ ആം ലേണിംഗ് ഇറ്റ് ബൈ മൈസെൽഫ് നൗ. നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തരാണ്. സോ ഇറ്റ്സ് ഈസി. ഇറ്റ് വുഡ് ബി ഈസി വെൻ യു ആർ 30. അതുകൊണ്ടാണ് ഇത് പഠിപ്പിക്കണ്ടേ. അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളോട് ഒരാൾ ഒരു നോ പറഞ്ഞു എന്ന് വിചാരിക്കേ, അപ്പം നമ്മൾ ഗംഗനെ പോലെ ആവില്ല. വിൽ ബി ഈസി. ഓക്കെ, നോ ആണോ? നോ എടുക്കാൻ നമുക്ക് പറ്റും. പക്ഷേ ഇത് ഇമോഷണൽ ലേബലിംഗ്, ഇമോഷണൽ മാനേജ്മെന്റ്, ഇമോഷണൽ റെഗുലേഷനും കൂട്ടി നമ്മൾ കുട്ടീനെ പഠിപ്പിച്ചു കൊടുക്കേണ്ട റീസൺ ഇതാ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫോർ ദി റിലേഷൻഷിപ്പ് ഗദാഫി, ഇറ്റ്സ് അബൌട്ട് സെൽഫ്. നിങ്ങൾക്ക് എല്ലാത്തിനും ദേഷ്യം വരാം. ഫോർ എക്സാമ്പിൾ, നമ്മളെല്ലാവരും ഡ്രൈവ് ചെയ്ത് വരുന്ന ആൾക്കാരാണ്. ബ്ലോക്കിൽ കിടക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരൂലേ? അത് വളരെ നോർമലാണ്. പക്ഷെ ഹൗ ഡു യു റിയാക്ട്, അതാണ് പഠിപ്പിക്കേണ്ടത്. അത് ഫോർ സെൽഫാ. ഞാൻ പറയുന്നത് നോട്ട് ഫോർ ദ റിലേഷൻഷിപ്പ് ഓർ ദ പീപ്പിൾ അറൗണ്ട്, ഇറ്റ്സ് ഫോർ യു. അതുകൊണ്ട് അത് പഠിപ്പിക്കേണ്ടത്. അത് പഠിപ്പിക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യു വിൽ അണ്ടർസ്റ്റാൻഡ് അബൌട്ട് യു. നന്നായിട്ട് നമ്മൾ മനസ്സിലാവും. അതെന്തൊരു വലിയ എൻലൈറ്റനിങ് ആണെന്ന് ആലോചിച്ചൊക്കെ. അതിനു വേണ്ടിയിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇതേപോലെ തന്നെ ഈ ഇമോഷണൽ മാനിപ്പുലേഷൻ ഉണ്ടാവും അല്ലേ? കുട്ടികൾക്ക് അത് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ നോ പറയാൻ മടിയുള്ള പിള്ളേരുണ്ടാവും. അതും നമ്മൾ പാരന്റ്സ് പഠിപ്പിക്കണ്ടേ? ഇതെങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും പിള്ളേർക്ക്? എന്താ അറിയോ ഗദാഫി പ്രശ്നം? നോ എന്ന് പറയുന്നതിന് നമ്മൾ സ്നേഹരാഹിത്യമായിട്ടാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഗദാഫി എന്നോടൊരു കാര്യം ചോദിക്കുമ്പോൾ ഞാൻ പറയാണ്, സോറി ഗദാഫി, തരാൻ പറ്റില്ല. പെട്ടെന്ന് അത് ചിന്തിക്കുന്നതെന്നറിയോ? എന്നെ മനസ്സിലാക്കാത്തതുകൊണ്ടാ, എന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാ, എന്നെ കെയർ ചെയ്യാത്തതുകൊണ്ടാണെന്നാണ്. ദിസ് ഇസ് എ കണ്ടീഷനിങ്. നോ ഇസ് നോട്ട് അല്ലെങ്കിൽ ലവ് ഇല്ലാത്തൊരു സ്റ്റേജ് അല്ല. നിങ്ങൾ അത്രമേൽ സ്നേഹമുള്ളത് കൊണ്ടാണ് നിങ്ങൾ നോ പറയുന്നത്. ഇത് നിങ്ങളുടെ ബ്രെയിനകത്ത് കയറ്റി വെക്കണം. ഇപ്പോൾ ഐസ്ക്രീം ചോദിക്കണ കുട്ടി അല്ലെങ്കിൽ മിഠായി ചോദിക്കണ കുട്ടി, അപ്പം ഞാൻ പറയണ തരാൻ പറ്റൂല. ഇപ്പം ഗദ്ദാഫി കൊടുത്തു വിചാരിക്കേ, അപ്പം എൻ്റെ പേടിയെന്നറിയോ, ദൈവമേ എന്നോടുള്ള സ്നേഹമൊക്കെ പോയി ഗദ്ദാഫിനോട് സ്നേഹമായിരുന്നു. എന്നാലും നമ്മൾ ഇതിനെല്ലാം തട്ടിച്ചു നോക്കുന്നത് സ്നേഹത്തിന്റെ അളവുകോലിലാണ്. എന്തിനാ അങ്ങനെ ചെയ്യുന്ന? നോ ഹാസ് നത്തിങ് ടു ഡു വിത്ത് യുവർ ലവ്. അങ്ങനെ ഇല്ല, വാല്യൂ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയണത് നോ പഠിപ്പിക്കണം. അതിൻ്റെ പേരാണ് ഈ നമ്മുടെ ബ്രെയിനിന് എല്ലാത്തിനും ഉണ്ടല്ലോ ഗ്രാറ്റിഫിക്കേഷൻ വേണം. അങ്ങനെയാ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ കുട്ടികളുടെ കാര്യത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു കാര്യം ഒരു സാധനം തോന്നി, അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടേണ്ടത്. ബ്രെയിൻ ഇസ് വെരി ഹാപ്പി, ഡോസ് ഉണ്ടാവും. മനസ്സിലാവുണ്ടോ? 4 ഹോർമോൺസ്. കുട്ടീനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താ പഠിപ്പിക്കണമെന്ന് അറിയാം? ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കൊടുക്കരുത്. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇപ്പം എൻ്റെ കുട്ടി ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കും. ഗദ്ദാഫിയുടെ വൈറ്റ് കളറിലെ പാൻറ് ഉണ്ട്. അപ്പോൾ അണ്ണടുത്ത് പറഞ്ഞ, അമ്മ അങ്കിളിന് നല്ല രസമുള്ള പാൻറ് ഉണ്ട്, എനിക്കത് മേടിച്ചു തരുമോ? അപ്പോൾ ഇഫ് ഐ ക്യാൻ സേ മേടിച്ചു തരാം. ഇപ്പോൾ തന്നെ മേടിച്ചു തരുമോ? എന്നാൽ ഇവിടുന്ന് പോകുമ്പോൾ മേടിച്ചു തരുമോ? അത് ഐ ഹാവ് ടു ഡിലേ. അപ്പോൾ പറയണം, ഇന്നിപ്പോൾ തേഴ്സ്ഡേ അല്ലേ, വിച്ച് എവർ ഡേറ്റ് ഇസ്, നമുക്ക് സൺഡേയിൽ നമ്മൾ പുറത്ത് പോകണേ, സൺഡേ മേടിച്ചു തരാം. ഐ എം ഡിലേയിങ് ഇറ്റ്. ഐ എം നോട്ട് ഡിനൈയിങ് ഇറ്റ്, ഐ എം ഡിലേയിങ് ഇറ്റ്. ഇത് നോ തന്നെയാണ്. മനസ്സിലാവണ്ടോ? ചില സമയത്ത് പറയും, നോ നോ ഐ കാൻറ്റ് അഫോർഡ് ദാറ്റ് മോനെ, ഐ എം സോ സോറി. യു ടെൽ ദെം വാട്ട് ഈസ് റോങ്. അത് പറ്റില്ലാത്തതുകൊണ്ടാണ്. അപ്പം അവിടെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റും. ഒരു സാധാരണ ഒരു മനുഷ്യന് ഒരു ക്രോക്സ് അഫോർഡ് ചെയ്യാൻ പറ്റുമോ? 4000-6000 രൂപ ഉണ്ടാവും അല്ലേ? അപ്പൊ അത് വേണമെന്ന് പറയുമ്പോൾ ഇപ്പൊ സ്കൂളിൽ പോകുമ്പോൾ ദേ ആർ എക്സ്പോസ്ഡ് ടു ലോട്ട് ഓഫ് ഡിഫറെന്റ് കാറ്റഗറീസ്. അവിടെ വന്ന് പറയുമ്പോഴത്തേന് യു ഹാവ് ടു സ്പീക്ക് ടു ദം. അപ്പൊ ടീനേജിൽ പ്രത്യേകിച്ച് ഇത് വരും. പിയർ ഫോമോ ഭയങ്കര കൂടുതലാണ്. അവനത് ഇടുന്നത് കൊണ്ട് അത് അവന് പോസിബിൾ ആയിരിക്കും. പറന്നു പോവണ്ടൊരു സിനിമ ഉണ്ടോ?
ഏതാ? പറന്ന് പോ, ഇല്ല. ഗ്രേസ് ആന്റണിയുടെ ഒരു തമിഴ് മൂവി. ദ പ്രോബ്ലം ഇസ് ആക്ച്വലി അവിടെ ആ കുട്ടിയുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുമ്പോൾ അവർ ബൈക്ക് പാർക്ക് ചെയ്തിരിക്കുന്നത് വീടിനകത്താ. അത്രയും സ്ഥലമില്ല, സൂപ്പർ ബൈക്സ് ആണ് എല്ലാം. അപ്പം അതിനകത്ത് അച്ഛൻ പറഞ്ഞിട്ട് ഞാനിത് അജിത്ത് സിനിമയിൽ ഓടിക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ, ആ സാധനമാണ് വീട്ടിലിരിക്കുന്നത്. യു സ്പീക്ക് യുവർ റിയാലിറ്റി ടു യുവർ ചൈൽഡ്. അതിനകത്ത് എന്താണ് ഷെയിംഫുൾ ആയിട്ടുള്ളത്? എടാ അത് നമുക്ക് ഇറ്റ്സ് നോട്ട് ലൈക്ക് യു ക്യാൻ നെവർ ഡു ഇറ്റ്. അതിനകത്തൊരു ഇപ്പം ഞാൻ എറണാകുളത്ത് വണ്ടി ഓടിക്കുമ്പോൾ എവിടെയോ കണ്ടൊരു പരസ്യമാണ്, യു ആർ ബോൺ പുവർ, ഇറ്റ്സ് നോട്ട് യുവർ മിസ്റ്റേക്ക്, ബട്ട് ഇഫ് യു ആർ ഡൈയിങ് പുവർ ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക്. അപ്പോൾ ഐ ക്യാൻ ടെൽ മൈ ചൈൽഡ്, ബേബി ഐ കാണ്ട് അഫോർഡ് ഇറ്റ് നൗ, ബട്ട് വി ക്യാൻ അഫോർഡ് ഇറ്റ്. ഓക്കെ, ഇൻ ദ മീൻ ടൈം വി ക്യാൻ. പറ്റുമായിരിക്കും, മേ ബി വെൻ യു ഗ്രോ അപ്പ് യു മൈറ്റ് ഓൾസോ ക്യാൻ. ഇപ്പൊ പറ്റില്ല എന്നേ ഉള്ളൂ. അങ്ങനെയാണ് പഠിപ്പിക്കുക. ഇതെല്ലാം നമ്മുടെ നോ ആണ്. ഇങ്ങനെയാണ് നമ്മൾ നോസിനെ എംഫസൈസ് ചെയ്യുക. അപ്പൊ ദേ വിൽ ഓൾസോ ഗെറ്റ് എൻ ഐഡിയ. ഒരു കാര്യം ചോദിക്കുമ്പോഴത്തേനും ഇപ്പൊ അമ്മ ക്യാൻ വി അഫോർഡ്, ഇപ്പൊ ഒരു വണ്ടി കാണുമ്പോ എൻ്റെ അടുത്ത് ചോദിക്കും, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം വണ്ടി. അപ്പോൾ നമ്മൾ ഫോർമുല റേസ് കാണുമ്പോൾ ദേ വിൽ ആസ്ക് മീ അതിൽ എത്ര പൈസയാവും. അപ്പോൾ ഇറ്റ്സ് മോർ അബൌട്ട് പൈസയേക്കാൾ ഉപരി വാട്ട് ഈസ് ദാറ്റ് പെക്യുലാരിറ്റീസ്. അത് അക്കോർഡിംഗ് ടു യുവർ ചൈൽഡാണ്. ഇപ്പം എൻ്റെ മോണത് ചോദിക്കുന്നത് ആ കാറിൻ്റെ പവർ എത്രയായിരിക്കും, അതിൻ്റെ സ്പീഡ് എത്രയായിരിക്കും, എങ്ങനെയാണത് പോകാൻ പറ്റും. അപ്പം അവനോട് അങ്ങനെയാണ് സംസാരിക്കേണ്ടത്. വേറൊരു കുട്ടി ചോദിക്കുന്നത് ആ ഒരു പെർസ്പെക്റ്റീവിലാണെങ്കിൽ അതാണ് ഉത്തരം പറയേണ്ടത്. ഇപ്പം നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ തന്നെ എന്തോരം വണ്ടികളുണ്ടല്ലേ, യു വിൽ ഓൾസോ ഗെറ്റ് ഫാസിനേറ്റഡ്. എന്ത് രസമുള്ളൊരു വണ്ടിയെ കാണുന്നത്, അത് മേടിക്കാൻ പറ്റുമോ? അപ്പം പറയണത് മേടിക്കാൻ പറ്റും, ഇപ്പം പറ്റില്ലെന്നേ ഉള്ളൂ. ഹൂ നോസ്, നമുക്ക് പറ്റുമായിരിക്കും, പക്ഷെ ഇത് പറഞ്ഞു കൊടുക്കണം. മനസ്സിലാവുണ്ടോ? നമ്മുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്നതൊക്കെ നമ്മൾ അപ്പം തന്നെ സാധിച്ചു കൊടുക്കുവേ. എന്നിട്ട് പറ്റാത്തതിനൊക്കെ നമ്മൾ ഭയങ്കരമായിട്ടൊരു വലിയ ബിഗ് ഫേസ് ഉണ്ടാക്കിയിട്ട് നോ പറയും. അപ്പൊ കമ്മ്യൂണിക്കേറ്റ് ആവില്ല ഐഡിയ. അത്രേ ഉള്ളൂ. ഇതാണ് പ്രശ്നം. ഇപ്പൊ നോ പറയുന്നതിന്റെ എല്ലാത്തിന്റെയും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ ഈക്വലൈസിങ് നോ ടു നോട്ട് ലവ്. അങ്ങനെയില്ല. അപ്പോൾ സിറ്റ് വിത്ത് യുവർ ബേബി. അതാ ഞാൻ അഗെയിൻ ഐ എം കമ്മിങ് ബാക്ക് ടു മീ ഓൺലി. അതായത് ഈ നോ പറയാൻ നിങ്ങൾ മടിക്കുന്നത് നിങ്ങളുടെ തന്നെ ഇൻസെക്യൂരിറ്റീസ് കൊണ്ടാണ്. ബ്രേക്ക് യുവർ ഇൻസെക്യൂരിറ്റീസ്, സ്പീക്ക് ഇറ്റ് ലൗഡ്. വാട്ട് ഈസ് റോങ്? ഇറ്റ്സ് യുവർ ചൈൽഡ് മാൻ, ദാറ്റ്സ് ഫൈൻ. മേ ബി അവിടെ അതാ ഞാൻ പറയാറ്, ടീനേജിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കമ്പാരിസൺസ്. അവൻ്റെ അച്ഛനെല്ലാം പറ്റും, എൻ്റെ അച്ഛൻ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും പറ്റില്ല. ഐ അണ്ടർസ്റ്റാൻഡ്. അവിടെ നമ്മൾ കുഞ്ഞായി പോകേണ്ട കാര്യം എന്താ? അത് അവൻ്റെ ഒരു വാലിഡ് ഒബ്സർവേഷൻ ആണ്. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് രണ്ട് രീതിയിൽ ചില ആൾക്കാർ പറയാം. അതായത് ഇവിടെ ഉള്ളതിനെ ഹൈലൈറ്റ് ചെയ്യണം, അതും ആക്ച്വലി ആവശ്യമുണ്ടോ? ഇൻ എ വേ ഐ എം ട്രൈങ് ടു വാലിഡേറ്റ് മൈസെൽഫ്. അവനതില്ല, അവനതുണ്ടെങ്കിലും അവൻ്റെ അച്ഛൻ ഫുള്ള് വീട്ടിലിരിക്കുന്നില്ലല്ലോ, ഞാൻ നിന്റെ കൂടെ വീട്ടിലിരിക്കുന്നില്ലേ. നമ്മൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല. ആ കുട്ടി എന്തുകൊണ്ടത് പറയുന്നതെന്നറിയോ? ഹി ജസ്റ്റ് നീഡ് എ വാലിഡേഷൻ. കാരണം ടീനേജിൽ ഹി ഈസ് മോർ ഇൻ ടു ഫൈൻഡിങ് ഹിംസെൽഫ്. കുറച്ചുകൂടി ഒരു യങ് അഡൾട്ട് ആകുമ്പോഴത്തേന് ഓട്ടോണോമിയാണ്, ഇൻഡിപെൻഡൻസി നോക്കുന്ന സമയമാണ്. ഹി ജസ്റ്റ് വോണ്ട് വാലിഡേഷൻ ദാറ്റ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, അത് റെസ്പെക്ട്ഫുൾ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? അത് മാത്രമാണ് സത്യത്തിൽ ഒരു യങ് അഡൾട്ടിലുള്ള കുട്ടി ടീനേജിലുള്ള ആള് നോക്കുന്നത്. നിങ്ങൾ കൊടുത്താൽ മതി, ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ നോ ബൗണ്ടറീസ്, പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടേതായിട്ടുള്ള കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ലിറ്ററലി ക്വാളിറ്റി ടൈം ടോക്കിംഗ് ടു യു. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേരുടെയെങ്കിലും കൺഫ്യൂഷൻസ് മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേർക്ക് ഒരു എൻലൈറ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇതിനോടകം. താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം. ഐ ഹോപ്പ് അറ്റ്ലീസ്റ്റ് ഒരാൾക്കെങ്കിലും ആവട്ടെ. എനിക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട് ഉണ്ട്, ലിവ് യുവർ ടീനേജ് ഇൻ സച്ച് എ വേ ദാറ്റ് യു നീഡ് നോട്ട് മാനേജ് or you need not work to mend the mistakes that you did in teenage in your adulthood. True. So live your teenage. Let your child live their teenage, because it's very beautiful, but in a specific way. That's all. Thank you so much for the wonderful questions and the way you take it. Thank you. I was also very happy. Thank you so much. Thank you.